ഒരു ടാങ്കിലേക്ക് രണ്ട് പൈപ്പുകളുണ്ട്. ഒന്നാമത്തെ പൈപ്പ് തുറന്നാൽ ഇത്ര സമയം കൊണ്ട് നിറയും, രണ്ടാമത്തേത് തുറന്നാൽ ഇത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും. എങ്കിൽ രണ്ട് പൈപ്പുകളും തുറന്നാൽ എത്ര സമയമെടുക്കും? ഇനി ഈ രണ്ട് പൈപ്പിന്റെ സ്ഥാനത്ത് മൂന്ന് പൈപ്പ് വന്നാൽ എന്ത് ചെയ്യും? അതുപോലെ ഇനി ഒരു ടാങ്കിലേക്ക് ഒരു പൈപ്പുണ്ട്, ഒരു പൈപ്പ് ഇത്ര സമയം കൊണ്ട് നിറയ്ക്കും. ഇനി വെളിയിലേക്ക് ടാങ്കിലെ വെള്ളം കളയാനായിട്ട് വേറൊരു പൈപ്പുണ്ട്, ആ പൈപ്പ് ഇത്ര സമയം കൊണ്ട് ടാങ്ക് കാലിയാക്കും. എങ്കിൽ ഇത് രണ്ടും തുറന്നാൽ എന്ത് സംഭവിക്കും? ഇനി ഒരു പൈപ്പും ഉണ്ട്, അടിയിൽ ടാങ്കിന് ഒരു ലീക്കും ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ മത്സര പരീക്ഷയിൽ കണ്ടിട്ടുണ്ടാവും. ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് വളരെ കൃത്യമായി നേരിടുക എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ജെറിൻ. നിങ്ങൾക്കേവർക്കും ട്രിക് ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പൈപ്പ് ആൻഡ് ടാങ്ക്. പൈപ്പ് ആൻഡ് ടാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ വ്യക്തമായി ഓർഡറായി ബേസ് മുതൽ ഈ രീതിയിൽ എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമ്മൾ കൃത്യമായി പഠിച്ചു മാറും. അപ്പോൾ ഞാനൊരു രണ്ട് കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം ഞാൻ എന്നും പറയുന്നതാണ്, നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനായിട്ട് ഷെയർ ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ ഇല്ലാത്തവരോട് ട്രിക് ടേൺ TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതുമല്ലേ, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അത് മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ ടോപ്പിക്ക് പൈപ്പ് ആൻഡ് ടാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് ടൈം ആൻഡ് വർക്കിൻ്റെ നേരെ ബാക്കിയാണ്. ശരിക്കും ടൈം ആൻഡ് വർക്ക് അറിയാവുന്നവർക്ക് ഈ ടോപ്പിക്ക് ഭയങ്കര സിമ്പിളാണ്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ടൈം ആൻഡ് വർക്കിൽ മനുഷ്യൻ ചെയ്യുന്നത് പൈപ്പ് ആൻഡ് ടാങ്കിൽ പൈപ്പ് ചെയ്യുന്നു എന്നതേ ഉള്ളൂ വ്യത്യാസം. അതിൻ്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളും പടേന്ന് ചെയ്തു വരാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കുറച്ച് സമയം ഞാൻ ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ, ടൈം ആൻഡ് വർക്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്, അതിൻ്റെ അത്യാവശ്യം അറിയേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ ആദ്യത്തെ ഒരു 7-8 മിനിറ്റ് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കും. ക്ഷമയോടെ നിങ്ങളത് കാണണം, ക്ഷമയോടെ കൃത്യമായും അത് നോട്ടാക്കണം. ആ ബേസ് ഒന്ന് തറവായാൽ ഈ ടോപ്പിക്ക് സെറ്റാണ്, സിമ്പിളായി ഇങ്ങ് പോരും. ടൈം ആൻഡ് വർക്കിൻ്റെ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കിയവർക്ക് ഈ ഒരു ടോപ്പിക്ക് വളരെ എളുപ്പത്തിൽ ഐഡിയ മാത്രം മതി, ഈസി ആയിട്ട് കിട്ടും, പഠിക്കേണ്ടി വരത്തില്ല, ഉറപ്പ്. അപ്പോൾ ടൈം ആൻഡ് വർക്കിൽ ശരിക്കും പറഞ്ഞാലും മനുഷ്യന്മാരാണ് ജോലി ചെയ്യുന്നത്. രാമുവും ബാലുവും എക്സും വൈയും എയും ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. ടൈം ആൻഡ് വർക്കിൽ ആളുകൾ പല രീതിയിലുള്ള ജോലികൾ ചെയ്യും. ചിലപ്പോൾ കളിപ്പാട്ടം നിർമ്മിക്കുന്നവരാവാം, ചിലപ്പോൾ വയൽ കൊയ്യുന്നവരാവാം, അല്ലെങ്കിൽ കസേര നിർമ്മിക്കുന്നവരാവാം. അങ്ങനെ പല ജോലികൾ മനുഷ്യന്മാർ ചെയ്യും. ആ സെയിം ജോലി ഇവിടെ പൈപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പൈപ്പ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഒന്നുകിൽ പൈപ്പ് ടാങ്കിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കും, അല്ലെങ്കിൽ പൈപ്പ് ടാങ്കിലെ വെള്ളം കാലിയാക്കും. ഒന്നുകിൽ പൈപ്പ് ടാങ്കിൻ്റെ അകത്തിൽ വെള്ളം നിറയ്ക്കും, അല്ലെങ്കിൽ നിറയെ വെള്ളമുള്ള ടാങ്ക് പൈപ്പ് വഴി വെള്ളം വലിച്ച് കാലിയാക്കും. ഈ രണ്ട് ജോലിയാണ് പൈപ്പ് ചെയ്യുന്നത്. ടൈം ആൻഡ് വർക്കിൽ മനുഷ്യൻ ചെയ്യുന്ന സ്ഥാനത്ത് ഇവിടെ പൈപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ടൈം ആൻഡ് വർക്കിൻ്റെ ഐഡിയ എന്താണോ അത് തന്നെയാണ് പൈപ്പ് ആൻഡ് ടാങ്കിലും. അപ്പോൾ ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ടൈം ആൻഡ് വർക്കിൽ പഠിച്ച കാര്യമാണത്, എന്നാലും ആ 4 കാര്യം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ടൈം ആൻഡ് വർക്കിൽ നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ കേൾക്കാറുണ്ട്. 4 കാര്യങ്ങൾ പഠിക്കണം. 3 വാക്കുകൾ കേൾക്കാറുണ്ട്: വർക്ക്, എഫിഷ്യൻസി, ടൈം. മലയാളത്തിൽ പറഞ്ഞാൽ ജോലി, കഴിവ്, സമയം. ഇതെന്താണ് എന്ന് ഞാനൊന്ന് പറയാം. മക്കളെ, കഴിവെന്ന് പറഞ്ഞാൽ എന്തുവാ? എഫിഷ്യൻസി. കഴിവെന്ന് പറഞ്ഞാൽ എത്രമാത്രം ജോലി എത്ര സമയം കൊണ്ട് ചെയ്യുന്നു എന്നതാണ് കഴിവ്. അപ്പൊ കഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ജോലി ഡിവൈഡഡ് ബൈ സമയം. എത്രമാത്രം ജോലി എത്ര സമയം കൊണ്ട് ചെയ്യുന്നു.
എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. ഇതൊന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. അങ്ങനെയാണ് ടൈം എന്ന് പറയുന്നത് ഈ എഫിഷ്യൻസി ഇങ്ങോട്ട് വിട്ട് വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാൽ കഴിവെന്ന് പറഞ്ഞാൽ ജോലി ഡിവൈഡഡ് ബൈ സമയം. ജോലി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം, കഴിവ് സമയം കൊണ്ട് ഗുണിക്കുക. സമയം എന്ന് പറഞ്ഞാൽ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ഈ മൂന്ന് കാര്യം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ജോലി എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, എടാ ഒരുപാട് ജോലി ചെയ്ത് തീരാനുണ്ട്, ജോലി ഒത്തിരി ഉണ്ട്. ഇൻ ദ സെൻസ് ജോലി ഒത്തിരി ഉണ്ട് എന്ന് പറയുമ്പോൾ ഗുണിക്കുക. കണ്ടോ, ഒത്തിരി. അപ്പൊ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും എഫിഷ്യൻസി ഇൻറ്റു ടൈം. വെറ്റ് എന്നോർത്താലും മതി. വെറ്റ്, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. കണ്ടോ, ഇനി എഫിഷ്യൻസി കാണാനും സമയം കാണാനും ജോലി ഒരുപാട് ഉണ്ടായത് കൊണ്ട് മോളിൽ ബാക്കി ഹരിക്കുക. അപ്പൊ എഫിഷ്യൻസി കാണാനായിട്ട് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, ടൈം കാണാനായിട്ട് വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഈ മൂന്ന് കാര്യം നിങ്ങളുടെ തലയിൽ ഇപ്പം നന്നായിട്ടിരിക്കുമല്ലോ. വെറ്റെന്ന് ഓർക്കാം, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. അല്ലെ ഇങ്ങനെ ഓർക്കാം, എടാ ജോലി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഗുണിക്കുക, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. ബാക്കി രണ്ടെണ്ണോ ഹരിക്കുവാണ്, ഹരിക്കുന്നതിന്റെ മുകളിൽ ജോലി ആയിരിക്കും. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. സെറ്റായോ? ഇനി ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ ഒരു ത്രികോണമൊക്കെ വരച്ചു. ഒരു ത്രികോണം നമ്മൾ മൂന്നായിട്ട് കട്ട് ചെയ്തു. മുകളിൽ ഒറ്റയ്ക്ക് കട്ട് ചെയ്ത വർക്ക്, താഴെ എഫിഷ്യൻസിയും ടൈമും. വർക്ക് കാണാനായിട്ട് വർക്ക് പൊത്തിപ്പിടിച്ചു, എഫിഷ്യൻസി ഇൻറ്റു ടൈം. ടൈം എഫിഷ്യൻസി കാണാനായിട്ട് എഫിഷ്യൻസി പൊത്തിപ്പിടിച്ചു, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. ടൈം കാണാനായിട്ട് ടൈം പൊത്തിപ്പിടിച്ചു, വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഇതൊക്കെ നമ്മൾ അന്ന് ചെയ്തതാണ്. ഈ മൂന്ന് കാര്യം നിങ്ങൾ മറക്കരുത്. വർക്ക് എഫിഷ്യൻസി ഇൻറ്റു ടൈം, ടൈം വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി, എഫിഷ്യൻസി വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നാലാമതായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏത് ചോദ്യത്തിലും വർക്കെന്ന് പറയുന്നത് ചോദ്യത്തിൽ പറയുന്ന സമയങ്ങളുടെ LCM ആയിരിക്കും. ഒന്നുകൂടെ, ഏത് ചോദ്യത്തിലും വർക്കെന്ന് പറയുന്നത് ചോദ്യത്തിൽ പറയുന്ന സമയങ്ങളുടെ LCM ആയിരിക്കും. LCM ഓഫ് ടൈം. അപ്പോൾ എന്നെ കാണുന്നവർ സ്വാഭാവികമായും ആലോചിക്കും, മുമ്പേ നീ പറഞ്ഞു എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ് വർക്ക്, ഇപ്പം നീ പറയുന്നു തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആണ് വർക്ക്. ഞാൻ ഏതാ വിശ്വസിക്കേണ്ടേ? ഇത് രണ്ടും കറക്റ്റാണ് മക്കളെ. ഏത് വേണേ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളോട് ഒരിക്കലും എഫിഷ്യൻസി ഡയറക്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യനിൽ പറയത്തില്ല. അതായത് ഒരു പൈപ്പിൻ്റെ കഴിവ് 6 ആണ്, അല്ലെ രാമുവിൻ്റെ കഴിവ് 3 ആണ്, അല്ലെ ഉണ്ണിയുടെ കഴിവ് 7 ആണ്, ഇന്ന പൈപ്പിൻ്റെ കഴിവ് 8 ആണ് എന്ന് എഫിഷ്യൻസി നിങ്ങളോട് ഒരിക്കലും ഡയറക്റ്റായിട്ട് പറയത്തില്ല. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും. എഫിഷ്യൻസി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്തോളുക. ഇനി എഫിഷ്യൻസി ഇല്ല, വർക്ക് കാണാനായിട്ട് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുത്തോളുക. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ വർക്ക് കാണാൻ രണ്ട് കാര്യം പഠിച്ചു. വർക്ക് ഈസ് ഈക്വൽ ടു ഒന്നുകിൽ തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുക്കുക, അല്ലെങ്കിൽ എഫിഷ്യൻസിയും ടൈമും കൂടെ ഗുണിക്കുക. അപ്പം നമ്മൾ പഠിച്ച 4 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. വർക്ക് കാണാൻ ഒന്നുകിൽ തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുക്കണം, അല്ലെങ്കിൽ വർക്ക് കാണാൻ എഫിഷ്യൻസിയും ടൈമും കൂടെ ഗുണിക്കണം. ഇനി എഫിഷ്യൻസി കാണാൻ വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്, ടൈം കാണാൻ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. ഇനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും LCM എടുക്കാൻ അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ സൈഡിൽ കൊണ്ടുപോയി ചെയ്തു നോക്കാം, അതല്ലെങ്കിൽ നമ്മൾ തന്നെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ സംഖ്യകളാണ്, കണ്ണടയ്ക്കുന്ന വേഗത്തിൽ നിങ്ങൾക്ക് LCMത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അത് ഗുണിതം ഏതാന്ന് നോക്കിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾ കണ്ടു പഠിച്ചു തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ
LCM എടുക്കാനുള്ള എളുപ്പവഴി കിടപ്പുണ്ട്. അതൊന്ന് പഠിച്ചു മാറണം, കുറച്ചുകൂടെ സിമ്പിൾ ആവും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ വർക്ക് കാണാൻ തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുക്കണം, അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്യണം. ഓക്കെ, എഫിഷ്യൻസി കാണാൻ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, ടൈം കാണാൻ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഇതായിരിക്കും കൂടുതലും നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. നമ്മളോട് എപ്പോഴും സമയമാണ് ചോദിക്കുന്നത്. സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്, ജോലി ഡിവൈഡഡ് ബൈ കഴിവ്, ജോലി ഡിവൈഡഡ് ബൈ കഴിവ്, വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. പറഞ്ഞ കാര്യം 4 കാര്യം ഒന്നുകൂടെ പറയുന്നു. ജോലി, കഴിവ്, സമയം. ജോലി കാണാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM എടുക്കണം, ചോദ്യത്തിലെ സമയങ്ങളുടെ LCM, അല്ലെങ്കിൽ എഫിഷ്യൻസിയും സമയം കൂടെ ഗുണിക്കണം, കഴിവും സമയം കൂടെ ഗുണിക്കണം. കഴിവ് കാണാൻ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, ടൈം സമയം കാണാൻ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി, സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ഈ 4 കാര്യങ്ങൾ കൃത്യമാണ് നിങ്ങളുടെ മൈൻഡിലെന്ന് കരുതുന്നു. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ ടൈപ്പിലോട്ട് ചോദ്യം ഇങ്ങനെയാണ്. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. A പൈപ്പ് തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. B പൈപ്പ് തുറന്നാൽ 6 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? ചോദ്യം ഒന്നുകൂടെ. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. A എന്ന് പറയുന്ന പൈപ്പ് തുറന്ന 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. B എന്ന് പറയുന്ന പൈപ്പ് തുറന്ന 6 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് നിറയും എന്നതാണ് ചോദ്യം. കുഞ്ഞുങ്ങളെ, ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ രാമു ഒരു ജോലി 3 മണിക്കൂർ കൊണ്ട് ചെയ്യും, ബാലു അതേ ജോലി 6 മണിക്കൂർ കൊണ്ട് ചെയ്യും, എങ്കിൽ അവർ 2 പേരും എത്ര മണിക്കൂർ കൊണ്ട് ചെയ്യും എന്ന് നമ്മൾ പഠിച്ച ഒരു ചോദ്യമുണ്ട്. ആ സെയിം ചോദ്യം രാമുവിൻ്റെയും ബാബുവിൻ്റെയും സ്ഥാനത്ത്, അല്ലെ ബാലുവിൻ്റെയും സ്ഥാനത്ത് 2 പൈപ്പ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് 2 പൈപ്പുകളും തുറന്നാൽ എടുക്കുന്ന സമയം കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി എന്ന് പറയുന്നത് 2 സമയങ്ങളേ ഉള്ളൂ. ആ 2 സമയങ്ങളുടെ LCM എടുക്കണം. 3ന്റെ 6ന്റെ LCM കാണാനുള്ള എളുപ്പവഴി നമ്മൾ പഠിച്ചതാണ്. ഒന്നുകിൽ സൈഡിൽ കൊണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഷോർട്ട് ട്രിക്ക് നമുക്കറിയാം. ചെറിയ നമ്പറാണ്, വലിയ സംഖ്യ 6. 6നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇവിടുത്തെ ജോലി നമുക്ക് നിസ്സംശയം പറയാം 6. ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് 6ആണ്. A പൈപ്പ് ചെയ്താലും ജോലി 6ആണ്, B പൈപ്പ് ചെയ്താലും ജോലി 6ആണ്. ഇനി A പൈപ്പും B പൈപ്പും ചെയ്താലും ഇവിടുത്തെ ജോലി 6ആണ്. ഇനി ഇവർ ഈ 2 പൈപ്പ് ചെയ്യാതെ വേറെ പൈപ്പ് വെളിയിൽ നിന്ന് കൊണ്ടുവന്നാലും ഇവിടുത്തെ ജോലി 6ആണ്. ഓക്കെ, ഇനി A പൈപ്പിന്റെ കഴിവ് കാണാൻ 6നെ 3 കൊണ്ട് ഭാഗിക്കണം. ജോലി ഡിവൈഡഡ് ബൈ കഴിവ്, സമയം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 3 6 ആവാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. A പൈപ്പിന്റെ കഴിവ് 2. 6 6 ആവാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. B പൈപ്പിന്റെ കഴിവ് 1. അപ്പൊ A പൈപ്പിന്റെ കഴിവ് 2, B പൈപ്പിന്റെ കഴിവ് 1, മൊത്തം ജോലി 6. നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത്? ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയം കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി 6ആണ്, മാറ്റമില്ല. കഴിവിന്റെ സ്ഥാനത്ത് ആരാണോ ജോലി ചെയ്യുന്നത് അവരുടെ കഴിവ്. ഇവിടെ 2 പൈപ്പുകളും ഒരുമിച്ച് തുറക്കുക. അപ്പൊ 2 പൈപ്പുകളും ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ 2 പൈപ്പുകളുടെയും കഴിവ് ഇവിടെ ഇട്ട് കൊടുക്കണം. A പൈപ്പിന്റെ കഴിവ് 2, B പൈപ്പിന്റെ കഴിവ് 1. അപ്പൊ 2 പേരുടെയും കൂടെ കഴിവ് 3. 6/3. നമ്മുടെ ഉത്തരം 2. ഉത്തരം 2ആണ്. ഓപ്ഷൻ A ഈസ് അവർ ആൻസർ. ഞാൻ ഒന്നുകൂടെ പറയും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. A പൈപ്പ് തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. B പൈപ്പ് തുറന്നാൽ 6 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM. 3ന്റെ 6ന്റെ LCM എടുത്തു നോക്ക്, അത് 6ആണ്. 3 6 ആവാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 6 ആവാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. A പൈപ്പിന്റെ കഴിവ് 2, B പൈപ്പിന്റെ കഴിവ് 1, മൊത്തം ജോലി 6. നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത്? 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എടുക്കുന്ന സമയം കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം
ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലിയുടെ സ്ഥാനത്ത് 6 ബൈ 2 പൈപ്പുകളുമുണ്ട്. അപ്പൊ 2 പേരുടെയും കൂടെ കഴിവ് കൊടുക്കണം. 2 പൈപ്പുകളും തുറക്കുമ്പോൾ 2 കഴിവ് അവിടെ ഉണ്ട്. എ പൈപ്പിന്റെ കഴിവ് 2, ബി പൈപ്പിന്റെ കഴിവ് 1, അങ്ങനെ മൊത്തം കഴിവ് 3. 6/3 നമ്മുടെ ഉത്തരം 2. സെറ്റാണ്. മുമ്പോട്ട് പോകാം. ഓപ്ഷൻ എ. ഇതേപോലെ ഒരു 2 ചോദ്യോടെ ചെയ്യുമ്പോൾ ഈ ടൈപ്പിൽ നമ്മൾ അങ്ങ് പൊളിയാവും. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. ഒന്നാമത്തെ പൈപ്പ് തുറന്നാൽ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് കൊണ്ട് നിറയും. ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയുമെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. മുമ്പത്തെ ചോദ്യം മണിക്കൂറിലായിരുന്നു, ഈ ചോദ്യം മിനിറ്റിലാണ്. ഒന്നുമില്ല, മണിക്കൂർ ചോദിച്ചാൽ ഉത്തരം മണിക്കൂർ കിട്ടും, മിനിറ്റ് ചോദിച്ചാൽ ഉത്തരം മിനിറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒന്നാമത്തെ പൈപ്പ് തുറന്നാൽ 2 പൈപ്പുകളുണ്ട്. ഞാൻ ഒന്നാമത്തെ പൈപ്പിനെ റോമൻ ലെറ്റർ 1 എന്ന് സൂചിപ്പിച്ചു. നിങ്ങൾക്ക് വേണേ എ എന്നോ ബി എന്നോ എക്സ് എന്നോ വൈ എന്നോ കണ്ടാൽ മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ പൈപ്പ് തുറന്നാൽ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഈ 2 പൈപ്പുകളും തുറന്ന എത്ര മിനിറ്റ് കൊണ്ട് നിറയും എന്നതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, സമയം കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. അതിൽ മാറ്റമില്ല. ജോലി കാണണം. ഈ ചോദ്യത്തിൽ 2 സമയമുണ്ട്. ജോലി എന്ന് പറയുന്നത് എപ്പോഴും ചോദ്യത്തിലുള്ള സമയങ്ങളുടെ LCM ആയിരിക്കും. ചോദ്യത്തിൽ ഏതൊക്കെ സമയം തന്നിട്ടുണ്ടോ അവരുടെ LCM ആയിരിക്കും എപ്പോഴും ജോലി എന്ന് പറയുന്ന സാധനം. ചോദ്യത്തിലെ സമയം 10ഉം 15ഉം, അവരുടെ LCM എടുക്കണം. LCM വേണമെങ്കിൽ സൈഡിൽ കൊണ്ടുപോയി ചെയ്തു നോക്കാം. അതല്ല എങ്കിൽ LCM എടുക്കാനായിട്ടൊരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ കരുതുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം. കണ്ടവരാണെ വീണ്ടും കാണണ്ട. എങ്ങനെയാ? ഇവിടുത്തെ വലിയ സമയം 15. 15നെ 10 കൊണ്ട് പറ്റുമോ? ഇല്ല. 15ന്റെ അടുത്ത ഗുണിതം നമ്മൾ മൈൻഡിൽ ആലോചിക്കും 30. 10 കൊണ്ട് പറ്റും. അപ്പൊ ഇവിടുത്തെ ജോലി LCM എന്ന് പറയുന്നത് 30ആണ്. ആര് ചെയ്താലും ഇവിടുത്തെ ജോലി 30ആണ്. ഇനി 10 30 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. 15 30 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. ഒന്നാമത്തെ പൈപ്പിന്റെ കഴിവ് 3, രണ്ടാമത്തെ പൈപ്പിന്റെ കഴിവ് 2. ഇനി ഇവർ 2 പേരും ഒരുമിച്ച് തുറക്കുമ്പോൾ ഈ 2 കഴിവും കൂടെ അവിടെ കിട്ടും. അവന്റെ 3ഉം കിട്ടും, ഇവന്റെ 2ഉം കിട്ടും. മൊത്തം 5 കഴിവ് കിട്ടും. ഓക്കെ. ഇനി ഇവർ 2 പേരും ചെയ്യുന്ന സമയം കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി 30 ബൈ കഴിവിന്റെ സ്ഥാനത്ത് ഈ 2 പൈപ്പും തുറക്കുന്നത് കൊണ്ട് ഈ 2 പൈപ്പിന്റെയും കഴിവ്. ഇവന്റെ 3, ഇവന്റെ 2, അങ്ങനെ മൊത്തം 5. 30/5 നമുക്ക് പറയാം 6ആണ്. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം: ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. ആദ്യ പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 30 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും എന്നതാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ പൈപ്പ് റോമൻ ലെറ്റർ 1 അത് തുറന്നാൽ 15 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 30 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. നമ്മളോട് ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മിനിറ്റ് കൊണ്ട് നിറയുമെന്നാണ് ചോദിച്ചേക്കുന്നത്. കുഞ്ഞുങ്ങളെ, ആദ്യം ഇവിടുത്തെ ജോലി കാണണം. ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചോദ്യത്തിലുള്ള സമയങ്ങളുടെ LCM ആണ്. വലിയ സംഖ്യ 30, 15 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പൊ ഇവിടുത്തെ LCM 30. അതായത് ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് 30. ആര് ചെയ്താലും ഒന്നാമത്തെ പൈപ്പ് ചെയ്ത ജോലിയും 30ആണ്, രണ്ടാമത്തെ പൈപ്പ് ചെയ്ത ജോലിയും 30ആണ്. 2 പേരും ചെയ്താലും ഇവിടുത്തെ ജോലി 30ആണ്. നമ്മളിനി വേറൊരു പൈപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നാലും ഇവിടുത്തെ ജോലി 30ആണ്, മാറ്റമില്ല. ഓക്കെ. ഇനി 15 30 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. 30 30 ആവാൻ 1 കൊണ്ട് ഗുണിക്കണം. ഒന്നാമത്തെ പൈപ്പിന്റെ കഴിവ് 2, രണ്ടാമത്തെ പൈപ്പിന്റെ കഴിവ് 1. ഇനി ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എന്ത് സംഭവിക്കും? ഇവനൊരു 2 കഴിവും കൊടുക്കും, ഇവനൊരു കഴിവും കൊടുക്കും. അങ്ങനെ 2 1 3 കഴിവ് അവിടെ കിട്ടും. അപ്പൊ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഓക്കെയാണ്. ഇവിടുത്തെ സമയമാണ് നമുക്ക് കാണേണ്ടത്. 2 പൈപ്പുകളും ഒരുമിച്ച് തുറക്കുമ്പോൾ എടുക്കുന്ന സമയം കാണാൻ
നമുക്കെല്ലാവർക്കും അറിയാം ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. ജോലിയുടെ സ്ഥാനത്ത് മാറ്റമില്ല 30 ബൈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറക്കുന്നത് കൊണ്ട് 2 പേരുടെയും കഴിവ് കൊടുക്കണം. 2ഉം കൊടുക്കണം, 1ഉം കൊടുക്കണം, അങ്ങനെ 3. 30/3. നമ്മുടെ ഉത്തരം 10. സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 10 പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പ് കഴിഞ്ഞു. ടൈം ആൻഡ് വർക്ക് അറിയാവുന്നവർക്ക് ഇത് വളരെ 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 എളുപ്പമാണ്. അങ്ങനെയാണ് നമ്മുടെ അടുത്ത ടൈപ്പിലോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടൈപ്പിൽ ആദ്യത്തെ ചോദ്യം. ഒരു ടാങ്കിലേക്ക് 3 പൈപ്പുകളുണ്ട്. ഓരോ പൈപ്പുകളും ഒറ്റയ്ക്ക് തുറന്നു വിട്ടാൽ യഥാക്രമം 6 മണിക്കൂർ, 3 മണിക്കൂർ, 2 മണിക്കൂർ സമയമെടുത്ത് ടാങ്ക് നിറയ്ക്കും. ഈ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയമെടുക്കും എന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അത്യാവശ്യം അറിയാവുന്നവർക്ക് ഇപ്പൊ കാര്യം കത്തിക്കാണും. ഇത് ശരിക്കും പറഞ്ഞാൽ എ ഒരു ജോലി ഇത്ര 6 മണിക്കൂർ കൊണ്ട് ചെയ്യും, ബി അതേ ജോലി 3 മണിക്കൂർ കൊണ്ട് ചെയ്യും, സി അതേ ജോലി 2 മണിക്കൂർ കൊണ്ട് ചെയ്യും. അതിൻ്റെ സെയിം വേർഷൻ തന്നെയാണ് ഇത്. ഒരു ടാങ്കിലേക്ക് 3 പൈപ്പുകളുണ്ട്. അതില് ഒന്നാമത്തെ, ഓരോന്നും ഒറ്റയ്ക്കെന്നാ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ, ഞാൻ റോമൻ ലെറ്റർ 1 സൂചിപ്പിച്ചു. ഒന്നാമത്തെ പൈപ്പ് തുറന്നാൽ 6 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഇനി രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഇനി മൂന്നാമത്തെ പൈപ്പ് തുറന്നാൽ 2 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഈ 3 പൈപ്പുകളും ഈ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയമെടുക്കും എന്നതാണ് ചോദ്യം. അതായത് 3 പേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്നതാണ് ചോദ്യം. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഇവിടുത്തെ ജോലി കണ്ടെത്തും. ഒരു ചോദ്യത്തിലെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM 6, 3, 2. ഇവിടുത്തെ വലിയ സംഖ്യ 6 ആണ്. 3 കൊണ്ടും പറ്റും, 2 കൊണ്ടും പറ്റും. അപ്പൊ ഇവിടുത്തെ ജോലി 6 ആണ്, ഡൗട്ടില്ല. LCM 6 ആണ്, അതുകൊണ്ട് ഇവിടുത്തെ ജോലി 6 ആണ്. ഇനി 6 ആവാൻ 1 കൊണ്ട് ഗുണിക്കണം, 3 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം, 2 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടുന്ന് നമുക്ക് മനസ്സിലായി ഒന്നാമത്തെ പൈപ്പിന്റെ കഴിവ് 1, രണ്ടാമത്തെ പൈപ്പിന്റെ കഴിവ് 2, മൂന്നാമത്തെ പൈപ്പിന്റെ കഴിവ് 3. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് നിറയും? സമയം കാണാൻ നമ്മൾ പഠിച്ചു ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലിയുടെ സ്ഥാനത്ത് മാറ്റമില്ല 6. കഴിവിൻ്റെ സ്ഥാനത്ത് നമ്മളോട് ആരുടെ കാര്യമാണോ ചോദിച്ചത് അവരുടെ കഴിവ്. ആരുടെ കാര്യമാണ് ചോദിച്ചേ? ഈ 3 പേരും ഒരുമിച്ച് ചെയ്യുന്ന സമയം. അപ്പൊ 3 പേരും ചെയ്യുന്നു. അപ്പൊ 3 പേരുടെയും കഴിവ് 1, 2, 3. അങ്ങനെ കഴിവ് മൊത്തം 6. 6/6 നമ്മുടെ ഉത്തരം 1. ഒരേ പുളി. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഓക്കെ ആണ്. അപ്പൊ 3 പേരും ചെയ്യുന്ന സമയമാണ് ചോദിച്ചത്. ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി 6. കഴിവിന്റെ സ്ഥാനത്ത് 3 പേരും ചെയ്യുന്നുണ്ട്. 3 പേരുടെയും കഴിവ്. 3 പേരുടെയും കഴിവ് 1, 2, 3. അങ്ങനെ 6. 6/6 നമ്മുടെ ഉത്തരം 1. ഇതേപോലെ അടുത്ത ചോദ്യം. ഒരു ടാങ്കിലേക്ക് 3 പൈപ്പുകളുണ്ട്. എ പൈപ്പ് 30 മണിക്കൂർ കൊണ്ടും, ബി പൈപ്പ് 10 മണിക്കൂർ കൊണ്ടും, സി പൈപ്പ് 15 മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയ്ക്കും. ഈ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഒരു ടാങ്കിലേക്ക് 3 പൈപ്പുണ്ട്. എ എന്ന് പറയുന്ന പൈപ്പ് 30 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ബി എന്ന് പറയുന്ന പൈപ്പ് 10 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. സി എന്ന് പറയുന്ന പൈപ്പ് 15 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. അപ്പൊ കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് ഏത് ചോദ്യത്തിലായാലും ജോലി എന്ന് പറയുന്നത് ആ ചോദ്യത്തിലുള്ള സമയങ്ങളുടെ LCM ആണ്. 30, 10, 15. അവിടുത്തെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സൈഡിൽ കൊണ്ടുപോയി ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ ഐഡിയ 30. 10 കൊണ്ടും പറ്റും, വലിയ സംഖ്യ 30. 10 കൊണ്ടും പറ്റും, 15 കൊണ്ടും പറ്റും. അപ്പൊ ഇവിടുത്തെ ജോലി LCM നമുക്ക് മനസ്സിലായി 30. ആര് ചെയ്താലും, ഇനി എ പൈപ്പും ബി പൈപ്പും ചെയ്താലും ജോലി 30, ബി പൈപ്പും സി പൈപ്പും ചെയ്താലും ജോലി 30, എയും സിയുടെ ചെയ്താലും ജോലി 30, പുറത്തുനിന്ന് പൈപ്പ് കൊണ്ടുവന്നാലും ജോലി 30, മാറ്റമില്ല.
30 30 ആവാൻ 1 കൊണ്ട്, 10 30 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം, 10 20 30. 15 30 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? എടാ എ പൈപ്പിന്റെ കഴിവ് 1, എടാ ബി പൈപ്പിന്റെ കഴിവ് 3, എടാ സി പൈപ്പിന്റെ കഴിവ് 2. അപ്പൊ ഇവരുടെ 3 പേരുടെയും കൂടെ കഴിവെന്ന് പറയുമ്പോൾ 1 3 4 2 6. അങ്ങനെയാണ് നമുക്ക് ചുമ്മാ ഒന്ന് പ്രാക്ടീസിന് വേണ്ടി നോക്കാം. എ പൈപ്പിന്റെയും സി പൈപ്പിന്റെയും കൂടെ കഴിവ് എത്ര? എക്ക് 1 സിക്ക് 2 അങ്ങനെ 3. എ പൈപ്പിന്റെയും ബി പൈപ്പിന്റെയും കൂടെ കഴിവ് എത്ര? എക്ക് 1 ബിക്ക് 3 അങ്ങനെ 4. അങ്ങനെയാണ് എ ബി സിയുടെ കഴിവ് എത്ര? A1 B3 മറ്റവൻ 2 അങ്ങനെ മൊത്തം 6. നമ്മളോട് എന്തോ ചോദിച്ചേ? ഈ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയമെടുക്കും? 3 പേരും ഒരുമിച്ച് തുറക്കുമ്പോഴുള്ള സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി 30 ബൈ കഴിവിന്റെ സ്ഥാനത്ത് 3 പേരും ഉണ്ടായതുകൊണ്ട് 3 പേരുടെയും കൂടെ കഴിവ് 1 3 2 അങ്ങനെ മൊത്തം 6. 30/6 നമുക്ക് പറയാം 5. സെറ്റാണ്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇതേപോലെ ഒരെണ്ണോടെ ചെയ്യുമ്പോൾ ഈ ടൈപ്പിൽ നമ്മൾ അങ്ങ് സെറ്റ് ആവും. ഒരു ടാങ്കിലേക്ക് 3 പൈപ്പുകളുണ്ട്. എ പൈപ്പ് തുറന്നാൽ 10 മിനിറ്റ് കൊണ്ടും, ബി പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് കൊണ്ടും, സി പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ടും നിറയ്ക്കും. ഈ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദ്യം. അപ്പൊ എ പൈപ്പ് തുറന്നാൽ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും, ബി പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും, സി പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. നമുക്ക് ആദ്യം ഇവിടുത്തെ ജോലി കണ്ടെത്താം. ജോലി എന്ന് പറയുന്നത് എപ്പോഴും ചോദ്യത്തിൽ പറയുന്ന സമയങ്ങളുടെ എൽസിയമാണ്. 10ന്റെയും 15ന്റെയും 12ന്റെയും എൽസിയം എടുക്കണം. ഇനി എൽസിയം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, സൈഡിൽ കൊണ്ട് ചെയ്യാം. നമ്മുടെ മറ്റേ ടെക്നിക്ക് ഒന്ന് ഉപയോഗിച്ചേ. വലിയ സംഖ്യ 15, 12 കൊണ്ട് പറ്റില്ല. 15ന്റെ അടുത്ത ഗുണിതം 30, 12 കൊണ്ട് പറ്റില്ല. 10 കൊണ്ട് പറ്റിയാലും നമ്മൾ എടുക്കത്തില്ല. 15ന്റെ അടുത്ത ഗുണിതം 45, 12 കൊണ്ട് പറ്റില്ല. 15ന്റെ അടുത്ത ഗുണിതം 60, 12 കൊണ്ടും പറ്റും, 10 കൊണ്ടും പറ്റും. അപ്പൊ ഇവിടുത്തെ ജോലി എൽസിയം 60 നമുക്ക് മനസ്സിലായി. ഇനി ആര് ചെയ്താലും ജോലി 60. 10 60 ആവാൻ 6 കൊണ്ട്, 15 60 ആവാൻ 15 30 45 60 4 കൊണ്ട്, 12 60 ആവാൻ 12 24 36 48 60 5 കൊണ്ട്. എ പൈപ്പിന്റെ കഴിവ് 6, ബി പൈപ്പിന്റെ കഴിവ് 4, സി പൈപ്പിന്റെ കഴിവ് 5. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നേ? ഈ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ, ഈ 3 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം. ജോലി ഡിവൈഡഡ് ബൈ കഴിവ്, മാറ്റമില്ല. ജോലി ഡിവൈഡഡ് ബൈ കഴിവ്, ജോലി 60 ബൈ കഴിവിന്റെ സ്ഥാനത്ത് ആരാണോ ചെയ്യുന്നത്, കഴിവിന്റെ സ്ഥാനത്ത് ആരാണോ ചെയ്യുന്നത് അവരുടെ കഴിവ്. ആരാ പിള്ളേരെ ചെയ്യുന്നേ? 3 പൈപ്പുകളും ഒരുമിച്ച് തുറക്കും. അപ്പൊ 3 പൈപ്പുകളും ജോലി ചെയ്യും. അപ്പൊ 3 പേരുടെയും കൂടെ കഴിവിന്റെ സ്ഥാനത്ത് കൊടുക്കണം. 6 4 10 5 15. 60നെ 15 കൊണ്ട് ഭാഗിച്ച് നമുക്ക് പറയാൻ കഴിയും സെറ്റാണ് 4 മണിക്കൂർ. മണിക്കൂറല്ല, ഇത് മിനിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ 60/15 4 മിനിറ്റ്. ചോദ്യം മിനിറ്റിലായതുകൊണ്ട് നമ്മുടെ ഉത്തരവ് മിനിറ്റ് ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ടൈം ആൻഡ് വർക്ക് അറിയാവുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ബോണസാ, കത്തി കയറിക്കൊണ്ടിരിക്കുക. കാര്യം ടൈം ആൻഡ് വർക്ക് അറിയാമെങ്കിൽ ഇതും പടപടയെന്ന് പോകും. നമ്മുടെ 3ാമത്തെ ടൈപ്പാണ് ഇത്. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ടാങ്കിലേക്കുള്ള 2 പൈപ്പുകൾ ഒരുമിച്ച് തുറന്നാൽ 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. 1ാമത്തെ പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. എങ്കിൽ 2ാമത്തെ പൈപ്പ് മാത്രം തുറന്നാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, ഈ ടൈപ്പ് നമ്മൾ ടൈം ആൻഡ് വർക്കിൽ പഠിച്ച ഒരു ചോദ്യമുണ്ട്. രാമുവും ബാലുവും ഒരുമിച്ച് ഇത്ര സമയം കൊണ്ട് ഒരു ജോലി ചെയ്യും. രാമു മാത്രം ഇത്ര സമയം കൊണ്ട് ഒരു ജോലി ചെയ്യും. എങ്കിൽ ബാലു എത്ര സമയം കൊണ്ട് ചെയ്യും എന്നുള്ള ചോദ്യത്തിന്റെ പൈപ്പ് ആൻഡ് ടാങ്കിന്റെ ഒരു വേർഷനാണ് ഇത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ എന്തോ പറയുന്നത്? ഒരു ടാങ്കിലേക്കുള്ള 2 പൈപ്പുകൾ ഒരുമിച്ച് തുറന്നാൽ 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. അപ്പൊ 2 പൈപ്പുകളുണ്ട്.
നമുക്കതിനെ ഒന്നാമത്തെ പൈപ്പ് എന്നും രണ്ടാമത്തെ പൈപ്പ് എന്നും ഡിനോട്ട് ചെയ്യാം. 1, 2 റോമൻ ലെറ്റർ. ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. എത്രയാ? 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. കേട്ടോ, രണ്ടും ഒരുമിച്ച്. ഇനി ഒന്നാമത്തെ പൈപ്പ് മാത്രം തുറന്നാൽ 15 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഇപ്പൊ 2 പൈപ്പുകൾ തുറന്നാൽ 6 മിനിറ്റ് കൊണ്ട്, ഒന്നാമത്തേത് മാത്രം തുറന്നാൽ 15 മിനിറ്റ് കൊണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ ജോലി എത്ര എന്നങ്ങ് കണ്ടുപിടിക്കാം. ജോലി എന്ന് പറയുന്നത് എപ്പോഴും തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആണ്. ചോദ്യത്തിൽ 15 6 ഉണ്ട്, അവരുടെ LCM എടുക്കണം. വലിയ സംഖ്യ 15 ആണ്, 6 കൊണ്ട് പറ്റൂല. 15ന്റെ അടുത്ത ഗുണിതം 30 ആണ്, 6 കൊണ്ട് 30നെ ഹരിക്കാം. അപ്പോൾ ഇവിടുത്തെ ജോലി നമുക്ക് മനസ്സിലായി 30. ആര് ചെയ്താലും ജോലി 30 ആണ്. ഒന്നാമത്തെ പൈപ്പ് ചെയ്താലും ജോലി 30 ആണ്, രണ്ടാമത്തെ പൈപ്പ് ചെയ്താലും ജോലി 30 ആണ്. ഇനി 2 പേരൂടെ ചെയ്താലും ജോലി 30 ആണ്, അതിൽ മാറ്റമില്ല. ഇനി 6 30 ആവാൻ 5 കൊണ്ട് ഗുണിക്കണം, 15 30 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പം നമുക്ക് എന്തു മനസ്സിലായി? ഒന്നാമത്തെ പൈപ്പും രണ്ടാമത്തെ പൈപ്പിൻ്റെയും കൂടെ കഴിവ് 5, ഒന്നാമത്തെ പൈപ്പിൻ്റെ മാത്രം കഴിവ് 2. അപ്പോൾ സ്വാഭാവികമായും രണ്ടാമത്തെ പൈപ്പിൻ്റെ കഴിവ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 3. അപ്പോൾ എന്നെ കാണുന്നവർ സ്വാഭാവികമായിട്ടും ആലോചിക്കും, അതെങ്ങനെ 3 പറഞ്ഞേ? ഞാൻ സിമ്പിളായ ഒരു ഉദാഹരണം പറയാം. ഒന്നാമത്തെ 2 പേരുടെ കയ്യിൽ, ഒന്നാമത്തവൻ്റെ രണ്ടാമത്തവൻ്റെ 5 പൊറോട്ട ഉണ്ട്, 5. ഇനി ഒന്നാമത്തവൻ്റെ മാത്രം 2 എണ്ണം ഉണ്ട്. 2 പേരുടെ 5, ഒന്നാമത്തവൻ്റെ മാത്രം 2. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി 3 പൊറോട്ട രണ്ടാമത്തവൻ്റെ ഇരിക്കുകയാണ്. 5 - 2 സെയിം ലോജിക്ക്. ഒന്നുകൂടെ 2 പേരുടെ കഴിവ് 5, ഒന്നാമത്തവൻ്റെ മാത്രം കഴിവ് 2. ഇപ്പൊ രണ്ടാമത്തവൻ്റെ കഴിവ് എത്രയാണെന്ന് ചോദിച്ചാൽ 5ൽ നിന്ന് 2 പോയിട്ട് ബാക്കി 3. പഠിച്ചോ ടെക്നിക്ക്? ഇനി ഇതിലേക്ക് വാ. നമ്മളോട് എന്താ ചോദിച്ചേ? രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറന്നാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും? രണ്ടാമത്തവൻ്റെ സമയമാ ചോദിച്ചേക്കുന്നത്. സമയം കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം, ജോലി ഡിവൈഡഡ് ബൈ കഴിവ്, അതിൽ മാറ്റമില്ല. ജോലി 30 ആണ്, അതിലും മാറ്റമില്ല. ഇനി കഴിവിൻ്റെ സ്ഥാനത്ത് പഠിക്കണം, ആരുടെ സമയമാണോ ചോദിച്ചേക്കുന്നത് അവരുടെ കഴിവ് കൊടുക്കണം. ഒന്നാമത്തവൻ്റെ സമയമാണെങ്കിൽ കഴിവിൻ്റെ സ്ഥാനത്ത് ഒന്നാമത്തവൻ്റെ കഴിവ്, രണ്ടാമത്തവൻ്റെ സമയമാണെങ്കിൽ കഴിവിൻ്റെ സ്ഥാനത്ത് രണ്ടാമത്തവൻ്റെ കഴിവ്, 2 പേരുടെയും കൂടെ ചെയ്യുന്ന സമയമാണ് കഴിവിൻ്റെ സ്ഥാനത്ത് 2 പേരുടെയും കൂടെ കഴിവ്, 3 പേരും ചെയ്യുന്ന സമയമാണ് കഴിവിൻ്റെ സ്ഥാനത്ത് 3 പേരുടെയും കൂടെ കഴിവ്. ഇനി നമ്മളെല്ലാവരും ചെയ്യുന്ന സമയമാണ് കഴിവിൻ്റെ സ്ഥാനത്ത് നമ്മളുടെ എല്ലാവരുടെയും കഴിവ്. ആരാണോ ചെയ്യുന്നത് അവരുടെ കഴിവ്. നമ്മളോട് എന്തോ ചോദിച്ചേ? രണ്ടാമത്തെ പൈപ്പിൻ്റെ സമയം. രണ്ടാമത്തെ പൈപ്പിൻ്റെ സമയം കാണാൻ രണ്ടാമത്തെ പൈപ്പിൻ്റെ കഴിവ് കൊടുക്കണം. നമ്മൾ ഇപ്പൊ കണ്ടെത്തി രണ്ടാമത്തെ പൈപ്പിൻ്റെ കഴിവ് 3. 30/3. നമ്മുടെ ഉത്തരം സെറ്റാണ്, 10 ഒരേ പുളി. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഒരു വട്ടം കൂടെ പിടിക്കും. നിങ്ങളെല്ലാവരും വളരെ പെട്ടെന്ന് എൻ്റെ ഒപ്പം പിടിക്കാനായിട്ട് ശ്രമിക്കും. 2 പൈപ്പുകളുണ്ട്, 2 പൈപ്പ് 1ഉം 2ഉം. ഈ 2 പൈപ്പുകൾ 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഇനി ഒന്നാമത്തെ പൈപ്പ് മാത്രം 15 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM 30. 6 30 ആവാൻ 5, 15 30 ആവാൻ 2. 2 പൈപ്പിൻ്റെയും കൂടെ കഴിവ് 5, ഒന്നാമത്തവൻ്റെ മാത്രം കഴിവ് 2. അപ്പൊ സ്വാഭാവികമായും 5ൽ നിന്ന് 2 പോയിട്ട് ബാക്കി 3 കഴിവ് രണ്ടാമത്തവൻ്റെതാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നു രണ്ടാമത്തവൻ ചെയ്യുന്ന സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്, അതിലും മാറ്റമില്ല. ജോലി 30. കഴിവിൻ്റെ സ്ഥാനത്ത് ആരാ ചെയ്യുന്ന അവരുടെ കഴിവ്, രണ്ടാമത്തവൻ്റെ സമയമാ, രണ്ടാമത്തവൻ്റെ കഴിവ് 3. 30/3 നമുക്ക് പറയാം 10. ഓക്കെ ആണ്, മുമ്പോട്ട് പോവാം, സെറ്റാണ്. അടുത്ത ചോദ്യം ഇതാ. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. ആദ്യ പൈപ്പ് മാത്രം തുറന്നാൽ 20 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. എങ്കിൽ രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറന്നാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും? 4 ഓപ്ഷൻ ഉണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. നമുക്കവരെ 1 2 മാർക്ക് ചെയ്യാം.
എക്സ് എന്നോ വൈ എന്നോ മാർക്ക് ചെയ്യുക, എയോ ബിയോ ആവാം, നിങ്ങളുടെ സൗകര്യം. ഞാനിത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് റോമൻ ലെറ്റർ 1ഉം 2ഉം കൊടുത്തു. അപ്പോൾ ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. ആദ്യ പൈപ്പ്, ഫസ്റ്റ് പൈപ്പ് മാത്രം തുറന്നാൽ 20 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഓക്കെ. ഇനി 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ, അതായത് ഫസ്റ്റും സെക്കൻഡും, ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. നമ്മളോട് എന്തോ ചോദിച്ചേ? രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറന്നാൽ, മുമ്പത്തെ പോലെ തന്നെ. നമുക്കാദ്യം ഇവിടുത്തെ ജോലി എത്ര നോക്കാം. ജോലി എന്ന് പറയുന്നത് മക്കളെ തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM. വലിയ സംഖ്യ 20, 12 കൊണ്ട് പറ്റില്ല. 20ന്റെ അടുത്ത ഗുണിതം 40, 12 കൊണ്ട് പറ്റില്ല. 20ന്റെ അടുത്ത ഗുണിതം 60, 12 കൊണ്ട് പറ്റും. ആര് ചെയ്താലും ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് LCM ആയ 60 ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, സൈഡിൽ കൊണ്ടുപോയി ചെയ്ത് നോക്കണം. അത്യാവശ്യം ചെറിയ നമ്പറൊക്കെ ഈ പണിയിൽ LCM എടുക്കാം. ഇനി 20 60 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. 12 60 ആവാൻ 5 കൊണ്ട് ഗുണിക്കണം. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലായി? ഒന്നാമത്തെ പൈപ്പിന്റെ കഴിവ് 3, ഒന്നാമത്തെയും രണ്ടാമത്തെയും പൈപ്പിന്റെ കഴിവ് 5. അപ്പൊ രണ്ടാമത്തവന്റെ കഴിവ് 2. 2 പേരുടെ കയ്യിൽ 5 മാങ്ങയുണ്ട്. അതിൽ ഒന്നാമത്തവന്റെ കയ്യിൽ 3 എണ്ണം. സ്വാഭാവികമായും ബാക്കി 2 മാങ്ങ രണ്ടാമത്തവന്റെ കയ്യിലാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നു രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറന്നാൽ എടുക്കുന്ന സമയം കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലിയുടെ സ്ഥാനത്ത് 60, കഴിവിന്റെ സ്ഥാനത്ത് ആരാണോ ചെയ്യുന്നത് അവരുടെ രണ്ടാമത്തെ പൈപ്പിന്റെ സമയമാണ്. അപ്പൊ കഴിവിന്റെ സ്ഥാനത്ത് രണ്ടാമത്തെ പൈപ്പിന്റെ കഴിവ്, രണ്ടാമത്തെ പൈപ്പിന്റെ കഴിവ് 2. 60/2. നമ്മുടെ ഉത്തരം 30. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഓപ്ഷൻ സി. പഠിച്ചോ? ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ നമ്മളിതിൽ പൊളിയാവും. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. ഒന്നാമത്തെ പൈപ്പ് തുറന്നാൽ 80 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. അപ്പോൾ ഒന്നാമത്തെ പൈപ്പ് തുറന്നാൽ 80 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഈ 2 പൈപ്പുകളും, അതായത് ഒന്നാമത്തേതും രണ്ടാമത്തേതും ഒരുമിച്ച് തുറന്നാൽ 16 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. മക്കളെ, ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM വലിയ സംഖ്യ 80, 16 കൊണ്ട് നിശേഷം ഹരിക്കാം. 16 5 80. പെട്ടെന്ന് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ 16 10 160. 5 എന്ന് പറയുമ്പോൾ 160ന്റെ പകുതി 80. അപ്പൊ ഇവിടുത്തെ ജോലി LCM ആണ് 80. ഇനി 80 ആവാൻ 1 കൊണ്ട് ഗുണിക്കണം. ഒന്നാമത്തെ പൈപ്പിന്റെ കഴിവ് 1. 16 ആവാൻ 5 കൊണ്ട് ഗുണിക്കണം. ഒന്നാമത്തവന്റെയും രണ്ടാമത്തവന്റെയും കൂടെ കഴിവ് 5. ഇവിടുന്ന് എന്തു മനസ്സിലായി? 2 പേരുടെ കഴിവ് 5, ഒന്നാമത്തവന്റെ മാത്രം കഴിവ് 1. അപ്പൊ സ്വാഭാവികമായും രണ്ടാമത്തവന്റെ കഴിവ് 4. സിമ്പിളായി 2 പേരുടെ കയ്യിൽ 5 പൊറോട്ട, അതിൽ ഒന്നാമത്തവന്റെ കയ്യിൽ 1 എണ്ണം, ബാക്കി 4 പൊറോട്ട ഇവൻ പിടിച്ചു വച്ചേക്കുക. അപ്പൊ നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നേ? രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും? രണ്ടാമത്തെ പൈപ്പിന്റെ സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി മക്കളെ 80 ബൈ കഴിവിന്റെ സ്ഥാനത്ത് ആരുടെ സമയമാണോ അവന്റെ കഴിവ്, രണ്ടാമത്തവന്റെ കഴിവ് 4. 80/4. നമ്മുടെ ഉത്തരം സെറ്റാണ്. 20. മുമ്പോട്ട് പോവാം. ഓക്കെ ആണ്. ഈ ചോദ്യത്തിന്റെ ഈ ടൈപ്പിന്റെ ലാസ്റ്റ് ചോദ്യം. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. അപ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും പൈപ്പ് തുറന്നാൽ 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഒന്നാമത്തേത് മാത്രം തുറന്നാൽ 18 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. എങ്കിൽ രണ്ടാമത്തേത് തുറന്നാൽ എത്ര മിനിറ്റ് എടുക്കും? ഒന്നുമില്ല. ഇവിടുത്തെ LCM ആണ് ജോലി. വലിയ സംഖ്യ 18, 6 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇവിടുത്തെ ജോലി 18. ആര് ചെയ്താലും ജോലി 18. 6 18 ആവാൻ 3 കൊണ്ട്, 18 18 ആവാൻ 1 കൊണ്ട്. ഈ 2 പൈപ്പിന്റെയും കൂടെ കഴിവ് 3. ഒന്നാമത്തവന്റെ കഴിവ് 1. അപ്പൊ സ്വാഭാവികമായും രണ്ടാമത്തവന്റെ കഴിവ് 2. 2 പേരുടെ കയ്യിൽ 3 മാങ്ങ, ആദ്യത്തവന്റെ കയ്യിൽ 1 മാങ്ങ, ബാക്കി 2 മാങ്ങ രണ്ടാമത്തവന്റെ കയ്യിലാണ്.
നമ്മളോട് എന്തോ ചോദിച്ചേ? രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറന്നാൽ ഈ ടാങ്ക് നിറയാൻ എത്ര മിനിറ്റ്? സമയം കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം, ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി 18, കഴിവിന്റെ സ്ഥാനത്ത് ആരുടെ സമയമാണോ അവന്റെ കഴിവ്. രണ്ടാമത്തവന്റെ സമയം, രണ്ടാമത്തവന്റെ കഴിവ്, അത് 2. 18/2 നമുക്ക് പറയാം 9. സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. പഠിച്ചോ? അപ്പൊ ഈ ഒരു മോഡലിൽ നമ്മൾ 4 ചോദ്യം ചെയ്തിട്ടുണ്ട്. വളരെ ക്ലിയർ ആയി മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇതിന്റെ അടുത്ത ടൈപ്പിലോട്ട് പോവാം. അടുത്ത ടൈപ്പിന്റെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 4 മിനിറ്റ് വേണം. പുറത്തേക്കുള്ളൊരു പൈപ്പിലൂടെ ടാങ്കിലെ വെള്ളം ശൂന്യമാവാൻ 6 മിനിറ്റ് വേണം. ഈ 2 പൈപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഒരു ടാങ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിലേക്ക് ഒരു പൈപ്പ് വഴി ആ ടാങ്ക് നിറയാനായിട്ട് മക്കളെ 4 മിനിറ്റ് വേണം. 4 മിനിറ്റ് കൊണ്ട് ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ പറ്റും. ഇനി പുറത്തേക്കുള്ളൊരു പൈപ്പുണ്ട്. ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു പൈപ്പുണ്ട്. ആ പൈപ്പിലൂടെ വെള്ളം ശൂന്യമാവാൻ, അതായത് നിറയെ വെള്ളമുള്ള ഒരു ടാങ്ക് 6 മിനിറ്റ് കൊണ്ട് ശൂന്യമാവും. 6 മിനിറ്റ് കൊണ്ട്. അപ്പോൾ പൈപ്പിലേക്ക് വെള്ളം നിറയ്ക്കാൻ 4 മിനിറ്റ് വേണം. അങ്ങനെയുള്ള ഒരു പൈപ്പുണ്ട്. ഇനി പുറത്തേക്കുള്ളൊരു പൈപ്പിലൂടെ നിറയെ വെള്ളമുള്ള ഒരു ടാങ്ക് 6 മിനിറ്റ് കൊണ്ട് ശൂന്യമാവുകയും ചെയ്യും. ഇനി നിങ്ങളോട് എന്തുവാ പറയുന്നത്? ഈ 2 പൈപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, അതായത് നിറയ്ക്കാനുള്ള പൈപ്പും വലിക്കാനുള്ള പൈപ്പും ഒരേപോലെ പ്രവർത്തിച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും എന്നതാണ് ചോദ്യം. ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മക്കളെ, ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിലേക്ക് ഒരു പൈപ്പ് വഴി ആ ടാങ്ക് നിറയാനായിട്ട് 4 മിനിറ്റ് എടുക്കും. ഇനി വെളിയിലോട്ടൊരു പൈപ്പുണ്ട്, വെളിയിലേക്ക് വെള്ളം കളയാനായിട്ട്. ആ വെളിയിലേക്കുള്ള പൈപ്പ് വഴി ടാങ്ക്, നിറയെ വെള്ളമുള്ള ടാങ്ക് ശൂന്യമാവാനായിട്ട് 6 മിനിറ്റ് എടുക്കും. ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ, അല്ലെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യുന്ന രീതി ഞാനൊന്ന് പറയാം, കേട്ടോണേ. ചെയ്യുന്ന രീതി. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ തോന്നും, എടാ ഇങ്ങനൊക്കെ വന്ന ഈ ടാങ്ക് നിറയുമോ? വെള്ളം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ പോവുകയും കൂടെയല്ലേ എന്നൊക്കെ സ്വാഭാവികമായിട്ട് സംശയം വരും. ആ സംശയങ്ങളെല്ലാം ഞാൻ തീർക്കാം. തൽക്കാലം ഇത് ചെയ്യുന്ന രീതി ഒന്ന് നിങ്ങൾ നോക്ക്. ഓക്കെ, അപ്പം എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് സെറ്റാവും. അതായത് ഒരു ടാങ്ക് നിറയാനായിട്ട്, അതായത് ഫസ്റ്റ് പൈപ്പാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒന്നാമതൊരു പൈപ്പുണ്ട്. ആ ഒന്നാമത്തെ പൈപ്പ് വഴി ടാങ്ക് നിറയാനായിട്ട് മക്കളെ 4 മിനിറ്റ് വേണം. ഇനി പുറത്തേക്കുള്ളൊരു പൈപ്പുണ്ട്. ആ പൈപ്പിനെ നമുക്ക് രണ്ടാമത്തെ പൈപ്പെന്ന് വിളിക്കാം. അതുവഴി വെള്ളം ശൂന്യമാവാൻ, വെള്ളം കളയാൻ 6 മിനിറ്റ് എടുക്കും. അപ്പോൾ അകത്തേക്കുള്ളൊരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 4 മിനിറ്റ്, പുറത്തേക്കുള്ളൊരു പൈപ്പ് വഴി വെള്ളം ശൂന്യമാവാൻ 6 മിനിറ്റ്. മക്കളെ, ഇവിടുത്തെ ജോലി എത്രയാണ് എന്ന് നമ്മളങ്ങ് കണ്ടുപിടിക്കാം. 6ൻ്റെയും 4ൻ്റെയും എൽസിയമാണ്. 6ൻ്റെയും 4ൻ്റെയും എൽസിയം മക്കളെ 24 ആണ്. കാര്യം വലിയ സംഖ്യ, 24 അല്ല 12 ആണ്. കാര്യം വലിയ സംഖ്യ നമുക്ക് എല്ലാവർക്കും അറിയാം 6 ആണ്. 4 കൊണ്ട് പറ്റില്ല. 6ൻ്റെ അടുത്ത ഗുണിതം 12 ആണ്. 4 കൊണ്ട് പറ്റും. അപ്പൊ ഇവിടുത്തെ ജോലി എൽസിയം എന്തായാലും 12 ആണ്. ആര് ചെയ്താലും, വെള്ളം നിറച്ചാലും വെള്ളം വലിച്ചാലും ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് മക്കളെ 12. ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി 6 12 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. 4 12 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. 6 12 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? മക്കളെ, വെള്ളം നിറയ്ക്കാനുള്ള പൈപ്പിന്റെ കഴിവ് 3, വെള്ളം വലിക്കാനുള്ള പൈപ്പിന്റെ കഴിവ് 2. ഒന്നുകൂടെ, വെള്ളം നിറയ്ക്കാനുള്ള കഴിവ് 3, വെള്ളം വലിക്കാനുള്ള പൈപ്പിന്റെ കഴിവ് 2. ഓക്കെ ആണോ? ഒന്നുകൂടെ, വെള്ളം നിറയ്ക്കാനുള്ള പൈപ്പിന്റെ കഴിവ് 3, വെള്ളം വലിക്കാനുള്ള പൈപ്പിന്റെ കഴിവ് 2. ഇനി എന്തോ ചോദിച്ചേക്കുന്നത്? ഈ 2 പൈപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്നതാണ് ചോദ്യം. ഇനി നിങ്ങൾ മൈൻഡിലൊന്ന് ആലോചിച്ച് നോക്ക്.
ഈ രണ്ട് പൈപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ആലോചിക്ക്. എടാ മക്കളെ, ഈ വെള്ളം ഒരു 3 കഴിവ് വെച്ചിട്ട് ഈ പൈപ്പ് വെള്ളം നിറയ്ക്കും. 2 കഴിവ് വെച്ചിട്ട് ഈ പൈപ്പ് വെള്ളം വലിക്കും. ആലോചിക്കുക, മൈൻഡിൽ ആലോചിക്കുക. 3 കഴിവ് വെച്ച് വെള്ളം നിറയ്ക്കുന്നു, 2 കഴിവ് വെച്ച് വെള്ളം വലിക്കുന്നു. 3 കഴിവ് നിറയ്ക്കാൻ കൊടുക്കുന്നു, 2 കഴിവ് വെച്ച് വലിക്കുന്നു. 3 കഴിവ് കൊടുക്കും, 2 കഴിവ് വലിക്കും. 3 കഴിവ് കൊടുക്കും, 2 കഴിവ് വലിക്കും. അപ്പൊ സ്വാഭാവികമായും ഇവിടെ കിട്ടുന്നത് വെള്ളം നിറയ്ക്കാനായിട്ട് 1 കഴിവായിരിക്കും കിട്ടുക. ഓക്കെ ആണോ? ഇനി ചില ആളുകൾ ഇത് +3 കഴിവ് അങ്ങോട്ട് കൊടുത്തു നിറയ്ക്കാൻ, അപ്പം -2 കഴിവ് വലിച്ചു. അപ്പോഴും നമുക്ക് +3 -2 ചേരുമ്പോൾ 1 കഴിവ് നിറയ്ക്കാൻ കിട്ടും. സിമ്പിൾ ലോജിക്ക് നിങ്ങളുടെ രീതിയിൽ ആലോചിക്കേ. ഒരു പൈപ്പ് 3 വെള്ളം ഇങ്ങോട്ടൊഴിച്ചു, മറ്റൊരു പൈപ്പ് 2 വെള്ളം വലിച്ചു. 3 വെള്ളം നിറച്ചു, 2 വെള്ളം വലിച്ചു. സ്വാഭാവികമായും കിട്ടുന്നത് 1 കഴിവാണ്. വെള്ളം നിറയ്ക്കാൻ 1 കഴിവ്. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നേ? ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? മക്കളെ ആലോചിച്ചു നോക്ക്. ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയം കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി 12, കഴിവിന്റെ സ്ഥാനത്ത് 1 കഴിവ്. 12/1 നമുക്ക് പറയാം 12. സെറ്റാണ്. മുമ്പോട്ട് പോവാം. 3-ന്ന് 2 കുറച്ച് 1 എഴുതിയാൽ മതി അടിയിലോട്ട് എപ്പോഴും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഏത് രീതിയിൽ എത്ര വലിയ ചോദ്യം ചോദിച്ചാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പം ഞാനിത് ഒന്നുകൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. മക്കളെ, ഒന്നാമത്തെ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 4 മിനിറ്റ് വേണം. രണ്ടാമത്തെ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പ് വഴി ടാങ്കിലെ വെള്ളം വെളിയിൽ കളയാൻ, ശൂന്യമാവാൻ 6 മിനിറ്റ് വേണം. ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് 4ൻ്റെയും 6ൻ്റെയും LCM ആണ്. അത് 12 ആണ്. 4 12 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. 6 12 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. ഇവിടുന്ന് നമുക്ക് എന്തു മനസ്സിലായി? വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പിന്റെ കഴിവ് 3, വെള്ളം വലിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പിന്റെ കഴിവ് 2. ഈ 2 പൈപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? 3 കഴിവ് വെച്ച് വെള്ളം നിറയ്ക്കും, 2 കഴിവ് വെച്ച് വെള്ളം വലിക്കും. 3 കഴിവ് വെച്ച് നിറയ്ക്കും, 2 വെള്ളം വലിക്കും. 3 നിറയ്ക്കും, 2 വലിക്കും. അപ്പോൾ ആകെ കിട്ടുന്നത് 3 നിറയ്ക്കുമ്പോൾ 2 പോയിട്ട് ബാക്കി ആകെ കിട്ടുന്നത് 1 കഴിവാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലിയുടെ സ്ഥാനത്ത് 12, കഴിവിന്റെ സ്ഥാനത്ത് വെള്ളം നിറയ്ക്കാൻ എത്ര കഴിവ് കിട്ടും? വെള്ളം നിറയ്ക്കാൻ 3 കൊടുത്തു, 2 കളഞ്ഞു, ബാക്കി 1. 12/1 നമുക്ക് പറയാം 12. ഓക്കെ ആണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പേരെങ്കിലും വിചാരിക്കും, എടാ ഈ രീതിയിൽ ഈ ടാങ്ക് നിറയുമോ എന്ന് വിചാരിക്കും. കുറേ വെള്ളം ഒഴിച്ച് കുറേ വെള്ളം പോവല്ലേ? അങ്ങനെ ഡൗട്ട് ഇപ്പം തോന്നിയില്ലെങ്കിലും പിന്നെ തോന്നും. അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണേ. ഇതൊരു ടാങ്ക്, മൊത്തം ജോലി 12. 12 വെള്ളമാണ് നിറയ്ക്കേണ്ടതെന്നിരിക്കട്ടെ. ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഒരുത്തൻ ഇവിടെ 3 വെള്ളം നിറയ്ക്കും, 3 കഴിവ് വെച്ച്. മറ്റവൻ 2 വെള്ളം വലിക്കും. അപ്പോൾ 3 വെള്ളം നിറയ്ക്കും, 2 വെള്ളം വലിക്കും. അപ്പോഴും 1 വെള്ളം ഇവിടെ കിടക്കുക. വീണ്ടും 3 വെള്ളം നിറയ്ക്കും, 2 വെള്ളം വലിക്കും. അപ്പോഴും ബാക്കി 1 വെള്ളം. വീണ്ടും 3 വെള്ളം നിറച്ചു, 2 വെള്ളം വലിച്ചു, ബാക്കി 1 വെള്ളം. അങ്ങനെ 1 വെള്ളം 1 വെള്ളം 1 വെള്ളം 1 വെള്ളം ഇങ്ങനെ കിടന്ന് ലാസ്റ്റിൽ ഒരു സമയമാവുമ്പോൾ 12 വെള്ളവും 12 ജോലിയും ഇവന്മാർ തീർത്ത് ഇത് ഫില്ല് ചെയ്യും. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ്. ചിലപ്പോൾ പിന്നീട് തോന്നും ഈ ടാങ്ക് നിറയോ എന്നൊക്കെ. പിന്നെ തോന്നാവുന്ന ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, എടാ ഈ വെള്ളം വലിക്കുന്നവൻ്റെ കഴിവ് കൂടുതലാണെങ്കിൽ, അതായത് ഇപ്പം വെള്ളം കളയുന്നവൻ്റെ കഴിവ് 5, ഇവൻ്റെ കഴിവ് 3 ഈ ടാങ്ക് നിറയത്തില്ലല്ലോ? ഇല്ല, നിറയത്തില്ല. അങ്ങനെയുള്ള ചോദ്യമേ നിങ്ങൾക്ക് വരൂ. അത് നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോൾ സിമ്പിൾ ലോജിക്കിലൊന്ന് ആലോചിച്ച് നോക്ക്. 3 കഴിവ് വെച്ച് വെള്ളം നിറച്ചു, 5 കഴിവ് വെച്ച് വെള്ളം വലിച്ചു. ആലോചിച്ച് നോക്ക്. 3 വെള്ളം നിറയ്ക്കുമ്പോൾ മറ്റവൻ ഇവിടെ നിൽക്കുക 5 എണ്ണം വലിക്കാൻ. അപ്പോൾ ഒരിക്കലും ആ ടാങ്ക് നിറയത്തില്ല. ആ ഒരു നിറയുന്ന രീതിയിലുള്ള ചോദ്യമേ നമുക്ക് വരൂ. ഈ കൺസെപ്റ്റ് പഠിച്ചു ഒരു 3-4 എണ്ണം ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഓക്കെ ആവും. ഓക്കെയാണ്. ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 6 മിനിറ്റ് വേണം. എന്നാൽ പുറത്തേക്കുള്ളൊരു പൈപ്പ് വഴി ടാങ്ക് കാലിയാക്കാൻ 15 മിനിറ്റ് വേണം.
എങ്കിൽ ഈ രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നു വിട്ടാൽ ടാങ്ക് നിറയാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഒന്നാമതൊരു പൈപ്പുണ്ട്, ടാങ്ക് നിറയാൻ 6 മിനിറ്റ് വേണം. ഇനി രണ്ടാമതൊരു പൈപ്പുണ്ട്, ടാങ്ക് കാലിയാക്കാനായോണ്ടാണ് ഞാൻ വെളിയിലേക്ക് കാണിച്ചേക്കുന്നത്. വെള്ളം കളയാൻ 15 മിനിറ്റ് വേണം. മക്കളെ, ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM, 6ന്റെയും 15ന്റെയും LCM. വലിയ സംഖ്യ 15, 6 കൊണ്ട് പറ്റില്ല. 15ന്റെ അടുത്ത ഗുണിതം 30, 6 കൊണ്ട് പറ്റും. ഇവിടെ ആര് ചെയ്താലും ഏത് ജോലി ചെയ്താലും ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് 30 ആണ്. 6 30 ആവാൻ 5, 15 30 ആവാൻ 2. അപ്പൊ ഇവിടെ നിന്ന് എന്തു മനസ്സിലായി? ഒന്നാമത്തെ പൈപ്പിന്റെ, അതായത് നിറയ്ക്കാനുള്ളവന്റെ കഴിവ് 5, വലിക്കാൻ രണ്ടാമത്തെ വെള്ളം വലിക്കാനുള്ളവന്റെ കഴിവ് 2, വെള്ളം നിറയ്ക്കുന്നവന്റെ കഴിവ് 5, വെള്ളം കളയുന്നവന്റെ കഴിവ് 2. അപ്പൊ സ്വാഭാവികമായും ഈ രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എന്ത് സംഭവിക്കും? ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കിയേ. 5 കഴിവ് വെച്ചവൻ വെള്ളം നിറയ്ക്കും, 2 കഴിവ് വെച്ചവൻ വെള്ളം കളയും. 5 നിറയ്ക്കും, 2 കളയും, 5 നിറയ്ക്കും, 2 കളയും. അപ്പൊ ഫലത്തില് 5ന്ന് 2 പോയിട്ട് 3 കഴിവാണ് അവിടെ വെള്ളം നിറയ്ക്കാനായിട്ട് കിട്ടുക. അതായത് 5 വെള്ളം നിറച്ചു, 2 കളഞ്ഞു, ബാക്കി 3 കഴിവ് അവിടെ ഉണ്ട്. അപ്പോ നമ്മളോട് ചോദിച്ചേക്കുന്നു ടാങ്ക് നിറയാനെടുക്കുന്ന സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലിയുടെ സ്ഥാനത്ത് 30, കഴിവിന്റെ സ്ഥാനത്ത് എന്ത് കഴിവ് അവിടെ കിട്ടും? 5 കഴിവ് നിറയ്ക്കാൻ കൊടുത്തു, 2 കഴിവ് അവിടെ നിന്ന് വലിച്ചു, ബാക്കി ഫലത്തിൽ 3 കഴിവ് അവിടെ നിറയ്ക്കാൻ കിട്ടും. നിറയ്ക്കാൻ എടുക്കുന്ന കഴിവ് 3, 30/3 10. സെറ്റാണ് 10. ഓപ്ഷൻ്റെ അകത്തിലില്ല, ഞാൻ ഇട്ട ഓപ്ഷന്റെ മിസ്റ്റേക്കാണ്. നമ്മുടെ ഉത്തരം 10 മിനിറ്റ് ആണ്. അപ്പൊ വെള്ളം നിറയ്ക്കാൻ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചാൽ, നിറയാൻ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 10 മിനിറ്റ്. സെറ്റാണ്. മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം. ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയ്ക്കാൻ 4 മിനിറ്റ് മതി. എന്നാൽ പുറത്തേക്കുള്ള ഒരു പൈപ്പ് വഴി ടാങ്ക് കാലിയാക്കാൻ 12 മിനിറ്റ് വേണം. എങ്കിൽ ഈ രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര മിനിറ്റ് എടുക്കും? അപ്പോൾ ഒന്നാമതൊരു പൈപ്പ് ടാങ്ക് നിറയാൻ 4 മിനിറ്റ്. രണ്ടാമതൊരു പൈപ്പ് ടാങ്കിലെ വെള്ളം കളയാൻ കാലിയാക്കാൻ 12 മിനിറ്റ്. ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM. വലിയ സംഖ്യ 12, 4 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇവിടുത്തെ ജോലി ആര് ചെയ്താലും 12 ആണ്. ഇനി 4 12 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. അപ്പം നിറയ്ക്കാനുള്ള പൈപ്പിന്റെ കഴിവ് 3. 12 12 ആവാൻ 1 കൊണ്ട് ഗുണിക്കണം. വെള്ളം വലിക്കാനുള്ള പൈപ്പിന്റെ കഴിവ് 1. ഇനി എന്ത് സംഭവിക്കും? ഇത് രണ്ടും ഒരുമിച്ച് തുറന്നു വിട്ടാൽ എന്ത് സംഭവിക്കും? 3 കഴിവ് വെച്ച് ഒരുത്തം വെള്ളം നിറയ്ക്കും, 1 കഴിവ് വെച്ച് വെള്ളം വലിക്കും. 3 കഴിവ് വെച്ച് നിറയ്ക്കും, 1 കഴിവ് വെച്ച് വലിക്കും. 3 കഴിവ് വെച്ച് നിറയ്ക്കും, 3 വെള്ളം കൊടുക്കും, 1 വെള്ളം വലിക്കും. 3 വെള്ളം കൊടുക്കും, 1 വെള്ളം വലിക്കും. അങ്ങനെ ഫലത്തിൽ ഇവിടെ 2 വെള്ളമേ നിറയ്ക്കാനായിട്ട് കിട്ടൂ. അപ്പൊ വെള്ളം നിറയ്ക്കാനായിട്ട് ഇവിടെ ഫലത്തിൽ 2 കഴിവ് കിട്ടും. കാര്യം 3 കഴിവാ കൊടുത്തേ, ഇവൻ 1 കഴിവ് കളഞ്ഞു. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേ, ടാങ്ക് നിറയാൻ എത്ര മിനിറ്റ് എടുക്കും? ടാങ്ക് നിറയാനുള്ള സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ നിറയാൻ കിട്ടുന്ന കഴിവ്. ജോലി 12 ബൈ നിറയാനായിട്ട് ഇവിടെ 2 കഴിവ് ഇവിടെ ഇപ്പോഴും അവൈലബിൾ ആണ്. 12/2. നമ്മുടെ ഉത്തരം 6. സെറ്റാണ്. 6 മിനിറ്റ് എടുക്കും. പൊളി. മുമ്പോട്ട് വാ. അടുത്ത ചോദ്യം. ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 2 മണിക്കൂർ വേണം. എന്നാൽ പുറത്തേക്കുള്ള ഒരു പൈപ്പ് വഴി ടാങ്ക് കാലിയാക്കാൻ 6 മണിക്കൂർ എടുക്കും. എങ്കിൽ ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നു വിട്ടാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? ഒന്നാമതൊരു പൈപ്പ് ടാങ്ക് നിറയാൻ 2 മണിക്കൂർ. മക്കളെ, ഇവിടെ ചോദ്യം മണിക്കൂറിലാണ്, അപ്പൊ നമ്മുടെ ഉത്തരവും മണിക്കൂറിലാണ്. അപ്പൊ ഈ മണിക്കൂറും മിനിറ്റും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ചോദ്യം മണിക്കൂറിലാണ്, ഉത്തരവും മണിക്കൂറിലാണ്. മിനിറ്റിലാണ് ചോദ്യമെങ്കിൽ ഉത്തരവും മിനിറ്റിലാണ്. സെറ്റ്. ഇനി രണ്ടാമതൊരു പൈപ്പുണ്ട്, ഇത്. അത് ടാങ്ക് കാലിയാക്കാൻ 6 മണിക്കൂർ എടുക്കും. അപ്പൊ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM. വലിയ സംഖ്യ 6, 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇവിടുത്തെ ജോലി ആര് ചെയ്താലും 6 ആണ്. ഇനി 2 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. 6 ആവാൻ 1 കൊണ്ട് ഗുണിക്കണം.
ഇവിടെ നിന്ന് നമുക്ക് എന്തു മനസ്സിലായി? എടാ, ഒന്നാമത്തെ നിറയ്ക്കാനുള്ള പൈപ്പിന്റെ കഴിവ് 3, വലിക്കാനുള്ള പൈപ്പിന്റെ കഴിവ് 1, നിറയ്ക്കാനുള്ള പൈപ്പിന്റെ കഴിവ് 3, വലിക്കാനുള്ള പൈപ്പിന്റെ വെള്ളം വലിക്കുന്ന പൈപ്പിന്റെ കഴിവ് 1. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഇത് രണ്ടും തുറന്നു വിട്ട ഒരുമിച്ച് തുറന്നാൽ എന്ത് സംഭവിക്കും? 3 കഴിവ് വെച്ചവൻ വെള്ളം നിറയ്ക്കും, 1 കഴിവ് വെച്ചവൻ വെള്ളം വലിക്കും. 3 കഴിവ് വെച്ച് നിറയ്ക്കും, 1 കഴിവ് വെച്ച് വലിക്കും. അതായത് 3 വെള്ളം കൊടുക്കും, 1 വെള്ളം വലിക്കും. അങ്ങനെ ബലത്തി 2 വെള്ളം അവിടെ കിട്ടും നിറയ്ക്കാൻ. ഒന്നുകൂടെ 3 കഴിവ് വെള്ളം നിറയ്ക്കാൻ കൊടുക്കുമ്പോൾ 1 കഴിവ് വെച്ച് വെള്ളം വലിക്കും. അപ്പൊ 3 കഴിവ് കൊടുത്തു, 1 വലിച്ചു കളഞ്ഞു, ബാക്കി 2 കഴിവ് അവിടെ വെള്ളം നിറയ്ക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോ നമ്മളോട് ചോദിച്ചേക്കുന്നു ടാങ്ക് നിറയാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി മക്കളെ 6, കഴിവിന്റെ സ്ഥാനത്ത് നിറയാൻ കിട്ടുന്ന കഴിവ് 2. 6/2 നമുക്ക് പറയാം 3. സെറ്റാണ് 3 മണിക്കൂർ. ചോദ്യം മണിക്കൂർ ആയതുകൊണ്ട് ഉത്തരവ് മണിക്കൂർ. സെറ്റ്. കുഞ്ഞുങ്ങളെ, അടുത്തത് ഈ സെയിം ചോദ്യം തന്നെയാണ്, ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ ചോദിച്ചേക്കുന്നതേ ഉള്ളൂ. ഒരു ടാങ്കിന്റെ നിർഗമന കുഴൽ തുറന്നാൽ 2 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ബഹിർഗമന കുഴൽ തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് കാലിയാവും. 2 കുഴലും കൂടി തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്നതാണ് ചോദ്യം. ഈ നിർഗമനം ബഹിർഗമനം ഒക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട. നിർഗമന കുഴൽ തുറന്നാൽ ബ്രാക്കറ്റിൽ ഇൻലെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിർഗമനം എന്ന് പറയുമ്പോൾ വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന കുഴൽ, അതായത് വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ്. പേടിക്കണ്ട, ഇൻലെറ്റ്, നിറയ്ക്കാൻ അകത്തേക്ക്. അപ്പൊ നിർഗമന തുഴൽ തുറന്നാൽ അപ്പോഴേ ഓർത്തോണം, നിർഗമന കുഴൽ തുറക്കുവാണെങ്കിൽ, വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന കുഴൽ തുറക്കുവാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഓക്കെ. ഇനി ബഹിർഗമന കുഴൽ തുറന്നാൽ, ബഹിർഗമനം വെള്ളം കളയാൻ, ബ്രാക്കറ്റിൽ ഔട്ട്ലെറ്റ് എന്ന് കിടപ്പുണ്ട്, എന്നാലും ഓർത്തു വെച്ചോണം. ബഹിർഗമന വെള്ളം കളയാനുള്ള കുഴല്, അതായത് വെള്ളം കളയാനുള്ള പൈപ്പ് തുറന്നാൽ, അതായത് വെള്ളം കളയാനുള്ള പൈപ്പ് തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഓക്കെ ആണ്. ഒന്നുകൂടെ പറയുന്നു, 2 പൈപ്പ് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്നോ സെക്കൻഡ് എന്നോ കൊടുക്കാം, കൊടുത്തില്ലേലും കുഴപ്പമില്ല. നിർഗമന കുഴൽ തുറന്നാൽ 2 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. അതായത് ഇൻലെറ്റ് വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പാണ്, 2 മണിക്കൂർ കൊണ്ട് നിറയും വെള്ളം നിറയ്ക്കാൻ. ഇനി ഔട്ട്ലെറ്റ് ബഹിർഗമന കുഴല് വെള്ളം വലിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പാണ്, 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് കാലിയാവും. ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM വലിയ സംഖ്യ 3, 2 കൊണ്ട് പറ്റില്ല. 3ന്റെ അടുത്ത ഗുണിതം 6, 2 കൊണ്ട് പറ്റും. ആര് ചെയ്താലും ഇവിടുത്തെ ജോലി 6 ആണ്. 2 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം, 3 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. ഇവിടുന്ന് നമുക്ക് എന്തു മനസ്സിലായി? വെള്ളം നിറയ്ക്കാനുള്ള ടാങ്കിന്റെ കഴിവ് 3, വെള്ളം വലിക്കാനുള്ള ടാങ്കിന്റെ കഴിവ് 2. ഇനി ഇത് രണ്ടും ഒരുമിച്ച് തുറന്നാൽ എന്ത് സംഭവിക്കും? 3 കഴിവ് വെച്ച് വെള്ളം നിറയ്ക്കും, 2 കഴിവ് വെച്ച് വെള്ളം വലിക്കും. അതായത് 3 വെള്ളം കൊടുക്കുമ്പോൾ 2 വെള്ളം വലിക്കും, 3 കഴിവ് നിറയ്ക്കാൻ കൊടുക്കുമ്പോൾ 2 കഴിവ് വെള്ളം വലിക്കും. 3 കഴിവ് കൊടുത്തു നിറയ്ക്കാൻ, 2 കഴിവ് വലിച്ചു, ബാക്കി ബലത്തിൽ 1 കഴിവുണ്ട്. അപ്പൊ വെള്ളം നിറയാൻ എത്ര സമയം എടുക്കുമെന്നാ ചോദിച്ചേക്കുന്നേ? സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലിയുടെ സ്ഥാനത്ത് 6, കഴിവിന്റെ സ്ഥാനത്ത് വെള്ളം നിറയ്ക്കാൻ കിട്ടുന്ന കഴിവ്, വെള്ളം നിറയ്ക്കാൻ കിട്ടുന്ന കഴിവ് 1. 6/1 നമുക്ക് പറയാം 6 മണിക്കൂർ. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ, 6 മണിക്കൂർ. കാര്യം 3 കഴിവ് നിറയ്ക്കാൻ കൊടുക്കുമ്പോൾ 2 കഴിവ് വെച്ച് വെള്ളം വലിക്കും. അപ്പോൾ അവിടെ കിട്ടുന്ന കഴിവ് 1 കഴിവാണ് വെള്ളം നിറയ്ക്കാൻ. ജോലിയായ 6 കഴിവായ 1 നമുക്ക് പറയാം 6 മണിക്കൂർ. ഓക്കെ. അപ്പൊ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ അടുത്ത ടൈപ്പിലോട്ട് പോവാണ്. നെക്സ്റ്റ് ടൈപ്പിന്റെ 1ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു ടാങ്കിലേക്കുള്ള പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ചുവട്ടിലുള്ള ലീക്ക് കാരണം ടാങ്ക് നിറയാൻ 16 മിനിറ്റ് എടുക്കും. എന്നാൽ ഈ ലീക്കിലൂടെ മാത്രം ജലം മുഴുവൻ ഒഴുകിപ്പോവാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്.
കേൾക്കുന്നവർക്ക് ഒരിച്ചിരി കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി ഒന്ന് ഇത് പഠിക്കും. ഒരു വട്ടം ഈ ഒരു ചോദ്യം ഡീറ്റെയിൽ ആയി ഒരു പഠനം നടത്തി കഴിയുമ്പോൾ ഇതുപോലെ എങ്ങനെ വന്നാലും ഒരു സംശയവും ഇല്ലാതെ നമ്മൾ പഠിച്ചു മാറും, ചെയ്തു മാറും. ശ്രദ്ധിക്കുക. അതായത് ഇവിടെ എന്തോ പറയുന്നത്, അതായത് ഒരു പൈപ്പ് തുറന്നാൽ നോർമലി 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. അപ്പോൾ അതായത് ഒരു പൈപ്പുണ്ട്, ആ പൈപ്പിനെ നമുക്ക് വേണ്ട ഫസ്റ്റ് പൈപ്പ് എന്ന് കൊടുക്കാം. ആ ഒരു പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. കേട്ടോണം, 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പൈപ്പാണ്. ഇനി ചുവട്ടിലുള്ള ലീക്ക് കാരണം ടാങ്ക് നിറയാൻ 16 മിനിറ്റ് സമയമെടുക്കും. ലീക്ക് വന്നാൽ എന്തോ സംഭവിക്കുന്നത്? അതായത് ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിനൊരു ലീക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ നോർമലി വെള്ളം നിറയ്ക്കും. വെള്ളം നിറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ വെള്ളം വീണോണ്ടേയിരിക്കും. ആ വീഴുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ലീക്ക് വലിക്കും. ഇപ്പോൾ ജസ്റ്റ് വരയ്ക്ക് കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ വെള്ളം നമ്മൾ നിറയ്ക്കും. 12 മിനിറ്റ് കൊണ്ട് നിറയ്ക്കാൻ പറ്റുന്നവനാണ്. അപ്പോൾ ഇങ്ങനെ നിറയ്ക്കുമ്പോൾ ഇവിടെ ഒരു ലീക്കുണ്ട്. ആ ലീക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം വലിക്കുന്നുണ്ട്. പക്ഷെ വെള്ളം അതിനകത്ത് വീഴുകയും ചെയ്യും. ഇങ്ങനെ വീണ് വലിച്ച് നോർമലി 12 കൊണ്ട് നിറയേണ്ടതാണ്. ഈ ലീക്ക് കാരണം 16 മിനിറ്റ് കൊണ്ടാണ് നിറയുന്നത്. ഐഡിയ കിട്ടിയോ? അപ്പോൾ നോർമലി 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്ന പൈപ്പാണ്. ലീക്ക് കാരണം 16 മിനിറ്റ് എടുത്തു. അതായത് ഈ ഫസ്റ്റ് പൈപ്പിന്റെ കഴിവും ലീക്കും കൂടെ വന്നപ്പോഴത്തേക്കിന് മക്കളെ 16 മിനിറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ടാങ്ക് നിറയാനായിട്ട് 12 മിനിറ്റ് മതി. പക്ഷെ ഈ പൈപ്പും ലീക്കും കൂടെ വരുമ്പോഴത്തേക്കിന് 16 മിനിറ്റ് എടുക്കും. ഓക്കെ, ഇവിടെ വരെ സെറ്റാണ്. ഒന്നുകൂടെ, നോർമലി 12 മിനിറ്റ് മതി. പക്ഷെ ഈ പൈപ്പും ലീക്കും കൂടെ ചേരുമ്പോഴത്തേക്കിന് 16 മിനിറ്റ് എടുക്കും. ഓക്കെ ആണ്. ഇനി എന്തോ ചോദിച്ചേക്കുന്നത്? ഈ ലീക്കിലൂടെ മാത്രം ജലം മുഴുവൻ ഒഴുകിപ്പോവാൻ എത്ര സമയമെടുക്കും? അതായത് ഈ ലീക്കിലൂടെ നിറയെ വെള്ളമുള്ള ടാങ്കിലെ വെള്ളം ഒഴുകിപ്പോവാൻ എത്ര സമയമെടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുകൂടെ, ഈ ലീക്ക് കാരണം മൊത്തം വെള്ളം ഒഴുകിപ്പോവാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചത്. അപ്പൊ സമയം കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. ഇവിടെ എന്തുവാ ചോദിച്ചേക്കുന്നത്? ലീക്കിലൂടെ വെള്ളം ഒഴുകിപ്പോവാൻ. അപ്പൊ ലീക്കിലൂടെ ലീക്ക് ചെയ്യുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ലീക്കിന്റെ കഴിവ് കാണണം. ഓക്കെ, ഇവിടെ വരെ ഓക്കെ ആണ്. അവിടെ നിൽക്കട്ടെ. ഞാൻ ഒന്നുകൂടെ പറയും, ശ്രദ്ധിക്കുക. ഒരു ടാങ്കിലൂടെ ഒരു പൈപ്പിലൂടെ ടാങ്ക് നിറയാൻ, ഞാൻ അതിനെ ഫസ്റ്റ് എന്ന് വിളിച്ചു, 12 മിനിറ്റ് എടുക്കും. പൈപ്പ് നിറയാൻ 12 മിനിറ്റ്. ഇനി ഈ ഫസ്റ്റ് പൈപ്പും ഒരു ലീക്കും ഉണ്ട് കൂട്ടത്തിൽ. കാര്യം അടിയിലൊരു ലീക്കുണ്ട്. ആ ലീക്കും കൂടെ കാരണം 16 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് നിറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആണ്. 12ന്റെയും 16ന്റെയും LCM ഒന്നുകിൽ സൈഡിൽ കൊണ്ടുപോയി ചെയ്തു നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയ സംഖ്യ 16, 12 കൊണ്ട് പറ്റില്ല. 16ന്റെ അടുത്ത ഗുണിതം 32, 12 കൊണ്ട് പറ്റില്ല. അടുത്ത ഗുണിതം 48, 12 കൊണ്ട് പറ്റും. മക്കളെ, ഇവിടുത്തെ ജോലി ആര് ചെയ്താലും 48ആണ്. ഓക്കെ ആണ്. ഇനി ലീക്ക് ചെയ്താലും 48ആണ്. ലീക്കും ടാങ്കും ഒരുമിച്ച് വന്നാലും പൈപ്പ് ഒരുമിച്ച് വന്നാലും 48ആണ്. പൈപ്പ് മാത്രം ചെയ്താലും 48ആണ്. നമ്മളിനി കുറേ പൈപ്പുകൾ കൊണ്ട് വെള്ളം ഒഴിച്ചാലും ഇവിടുത്തെ ജോലി 48. 12 48 ആവാൻ 4 കൊണ്ട് ഗുണിക്കണം. 16 48 ആവാൻ 3 കൊണ്ട് ഗുണിക്കണം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എടാ, 4 കഴിവ് നോർമലി ഇതിനുള്ളതാണ്. ലീക്കും കൂടെ വരുമ്പോ 3 കഴിവേ കിട്ടുന്നുള്ളൂ. ഒന്നുകൂടെ, 4 കഴിവ് ഇതിന് നോർമലി ഉള്ളതാണ്. ലീക്കൂടെ വരുമ്പോ 3 കഴിവേ കിട്ടുന്നുള്ളൂ. ഈ പൈപ്പിന്റെ നോർമൽ കഴിവ് 4, ലീക്കൂടെ വരുമ്പോ 3 കഴിവേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറ, ലീക്കിന്റെ കഴിവ് 1 ലീക്കിന്റെ കഴിവ്? അപ്പൊ എന്നെ കാണുന്ന ഒരു സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ എന്താ ലീക്കിന്റെ കഴിവ് 1? നിങ്ങൾ ആലോചിക്കേ, ഇവിടെ 4 കഴിവ് ഇങ്ങോട്ട് കൊടുത്തു വെള്ളം നിറയ്ക്കാനായിട്ട്. ഈ അടിയിലത്തെ ലീക്ക് കാരണം 3 കഴിവേ ഇവിടെ കിട്ടുന്നുള്ളൂ. 4 കഴിവ് കൊടുത്തതാ, 3 കിട്ടിയുള്ളൂ. എന്തുകൊണ്ടാ? ലീക്ക് ഒരെണ്ണം കൊണ്ടുപോയി. ലീക്ക് വന്നപ്പോഴത്തേക്കിന് 3 കിട്ടിയുള്ളൂ. കാര്യം 4 കഴിവ് കൊടുത്തപ്പോ ലീക്ക് 1 കഴിവ് വെച്ച് വലിച്ചു.
അപ്പൊ 3 കിട്ടിയുള്ളൂ. ഐഡിയ കിട്ടിയോ? 4 കഴിവ് കൊടുത്തപ്പോ ലീക്ക് 1 കഴിവ് വലിച്ചു, അപ്പൊ 3 കിട്ടിയുള്ളൂ. അപ്പൊ ലീക്കിന്റെ കഴിവ് എത്രാന്ന് ചോദിച്ചാ നമുക്ക് പറയാം 1. സിമ്പിളായി 4 - 3 ചുമ്മാ കാണാതെ വേണേലും പഠിക്കാം. പക്ഷെ അതിന്റെ പിന്നിലുള്ള കൺസെപ്റ്റ് ഇതാണ്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കുവാണെങ്കിൽ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ, പൈപ്പിന്റെ നോർമലി ഉള്ള കഴിവ് 4, ലീക്ക് കൂടെ വരുമ്പോ 3. എന്തുകൊണ്ടാ? 4 കഴിവ് കൊടുത്തു, ലീക്ക് വന്നപ്പോ 3 കിട്ടിയുള്ളൂ. കാര്യം 1 കഴിവ് ലീക്ക് വലിച്ചു. 1 കഴിവ് ലീക്ക് വലിക്കണമെങ്കിൽ ലീക്കിന്റെ കഴിവ് 1 ആയിരിക്കണം. കാര്യം 4 കൊടുത്തു, 1 വെച്ച് വലിച്ചു, 3 കിട്ടിയുള്ളൂ. കണ്ടോ? ലീക്കിന്റെ കഴിവ് 1. ഇനി എന്തോ ചോദിച്ചേക്കുന്നത്? ഈ ലീക്കിലൂടെ ജലം മുഴുവൻ പോവാൻ എത്ര സമയമെടുക്കും? സമയം കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. ജോലിയുടെ സ്ഥാനത്ത് 48 ബൈ കഴിവിന്റെ സ്ഥാനത്ത് ആരാണോ ചെയ്യുന്നത് അവരുടെ കഴിവ്. ആരാ ചെയ്യുന്നേ? ലീക്കിലൂടെ ജലം വെളി പോണം, ലീക്കിലൂടെ വെള്ളം വലിക്കാനുള്ള സമയമാ ചോദിച്ചേ. ലീക്കിന്റെ കഴിവ് 1. 48/1 നമുക്ക് പറയാം 48. സെറ്റാണ് ഓപ്ഷൻ എ. ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നതാണ് കാര്യം. അല്ലെങ്കിൽ പല സംശയങ്ങളും നമുക്ക് വരും. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. ഒരു ടാങ്കിലേക്കുള്ള പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. അപ്പൊ പൈപ്പ് ഒരെണ്ണം തുറക്കുക, ഫസ്റ്റ് പൈപ്പ് 12 മിനിറ്റ് കൊണ്ട് നിറയും. ചുവട്ടിലുള്ള ലീക്ക് കാരണം ടാങ്ക് നിറയാൻ 16 മിനിറ്റ് എടുത്തു. അതായത് ഈ പൈപ്പും ലീക്കും കൂടെ വന്നപ്പോ 16 മിനിറ്റ് എടുത്തു. നോക്കിക്കോണം, ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM 48. 12 48 ആവാൻ 3, 12 48 ആവാൻ 4, 16 48 ആവാൻ 3. ഇനി നിങ്ങളുടെ ബുദ്ധി വെച്ചൊന്ന് ആലോചിച്ച് നോക്ക്. എടാ, ഈ നോർമലി ഈ പൈപ്പിന്റെ കഴിവ് 4, ലീക്കൂടെ വന്നപ്പോ 3 കിട്ടിയുള്ളൂ. അപ്പൊ എന്താ സംഭവിച്ചേ? 4 വെള്ളം ഇവൻ കൊടുത്തു, ലീക്ക് കാരണം 3 കിട്ടിയുള്ളൂ. 4 കൊടുത്തപ്പോ 3 കിട്ടിയുള്ളൂ. കാര്യം 1 ലീക്ക് വലിച്ചു. അപ്പൊ ലീക്കിന്റെ കഴിവ് 1. കാര്യം 4 കൊടുത്തപ്പോ 3 കിട്ടിയുള്ളൂ. കാര്യം 1 ആര് കൊണ്ടുപോയി? ലീക്ക് കൊണ്ടുപോയി. അപ്പൊ ലീക്കിന്റെ കഴിവ് 1. ഓക്കെ. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേ? ഈ ലീക്കിലൂടെ മാത്രം ജലം മുഴുവൻ ഒഴുകിപ്പോവാൻ എടുക്കുന്ന സമയം കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. ജോലിയുടെ സ്ഥാനത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം 48. കഴിവിന്റെ സ്ഥാനത്ത് ആരാണോ ചെയ്യുന്നത് അവരുടെ കഴിവ്. ഇവിടെ ആരാ ചെയ്യുന്നേ? ലീക്കിലൂടെ വെള്ളം മൊത്തം പോവാൻ എടുക്കുന്ന സമയമാണ്. അപ്പൊ ലീക്ക് ജോലി ചെയ്യുന്ന സമയമാ ചോദിച്ചേക്കുന്നത്. ലീക്കിന്റെ കഴിവ് 1. നമ്മുടെ ഉത്തരം 48. ചോദ്യം മിനിറ്റിലായതുകൊണ്ട് ഉത്തരവും മിനിറ്റിലാണ്. 48 ഓപ്ഷൻ എ. 2-3 ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ പൊളിയാവും, ഉറപ്പാണ്. ഒരു ടാങ്കിലേക്ക് പൈപ്പ് തുറന്നാൽ 4 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ചുവട്ടിലുള്ള ലീക്ക് കാരണം ടാങ്ക് നിറയാൻ 6 മിനിറ്റ് സമയമെടുക്കും. എന്നാൽ ഈ ലീക്കിലൂടെ മാത്രം ജലം മുഴുവൻ ഒഴുകിപ്പോകുവാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഞാൻ ആ ടാങ്കിലെ പൈപ്പിനെ ഫസ്റ്റ് പൈപ്പ് എന്ന് വിളിച്ചു. ആ പൈപ്പ് തുറന്നാൽ 4 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. 4 മിനിറ്റ് കൊണ്ട്. ഇനി ചുവട്ടിലുള്ള ലീക്ക് കാരണം ഈ പൈപ്പിന് 6 മിനിറ്റ് സമയമെടുത്തു. അതായത് ഈ ഫസ്റ്റ് പൈപ്പ് മാത്രമായിരുന്ന 4 മിനിറ്റ് മതി. പക്ഷെ ഈ ഫസ്റ്റ് പൈപ്പും ലീക്കും കൂടെ കാരണം 6 മിനിറ്റ് സമയമെടുത്തു. ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM വലിയ സംഖ്യ 6, 4ന്റെ പട്ടികയിലില്ല. 6ന്റെ ഇരട്ടി 12 4ന്റെ പട്ടികയിലുണ്ട്. 6ന്റെ അടുത്ത ഗുണിതം 12 ആണ്, 4ന്റെ പട്ടികയിലുണ്ട്. 4 12 ആവാൻ 3 കൊണ്ട്, 6 12 ആവാൻ 2 കൊണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തു മനസ്സിലായി? എടാ, ഈ നോർമലി ഈ പൈപ്പിന്റെ കഴിവ് 3 ആണ്. ലീക്ക് കൂടെ വന്നപ്പോൾ 2 കിട്ടിയുള്ളൂ. അപ്പൊ ലീക്കിന്റെ കഴിവ് 1 ആണ്. സിമ്പിളായി ആലോചിക്ക്. 3 കഴിവ് നോർമലി ഈ പൈപ്പ് തരേണ്ടതാ. ലീക്ക് വന്നപ്പോൾ 2 കിട്ടിയുള്ളൂ. എന്തുകൊണ്ടാ? ലീക്ക് തൻ്റെ കഴിവായ 1 കൊണ്ട് 3-ൽ നിന്ന് 1 അങ്ങ് കൊണ്ടുപോയി. ബാക്കി 2 ഉള്ളൂ. അപ്പൊ ലീക്കിന്റെ കഴിവ് 1. ഇനി എന്തോ ചോദിച്ചേക്കുന്നേ? ഈ ലീക്കിലൂടെ മാത്രം ജലമൊഴുകിപ്പോവാൻ എടുക്കുന്ന സമയം കാണാൻ
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി 12, കഴിവിന്റെ സ്ഥാനത്ത് ലീക്ക് ചെയ്യുന്ന സമയമാ. ലീക്കിന്റെ കഴിവ് 1. 12/1 12. ചോദ്യം മിനിറ്റിലായതുകൊണ്ട് ഉത്തരവും മിനിറ്റിലാണ്. 12 മിനിറ്റാണ്. സെറ്റാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു പൈപ്പ് 15 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്നു. ലീക്ക് കാരണം ടാങ്ക് നിറയാൻ 20 മണിക്കൂർ എടുത്തു. ഈ ലീക്കിലൂടെ നിറഞ്ഞിരിക്കുന്ന ടാങ്ക് ശൂന്യമാവാൻ എത്ര മണിക്കൂർ സമയമെടുക്കും? നോക്കാം. ഒരു പൈപ്പ്, ഞാൻ അതിനെ ഫസ്റ്റ് പൈപ്പ് എന്ന് വിളിച്ചു. ടാങ്ക് നിറയാൻ 15 മണിക്കൂർ എടുക്കും. ഇനിയും ലീക്ക് കാരണം ഈ ഫസ്റ്റ് പൈപ്പും നോർമലി മക്കളെ 15 മണിക്കൂർ കൊണ്ട് നിറയ്ക്കുന്ന ലീക്ക് കൂടെ വന്നപ്പോൾ 20 മണിക്കൂർ എടുത്തു. നോർമലി 15 മണിക്കൂർ കൊണ്ട് നിറയ്ക്കുന്നതാണ്. ലീക്ക് കൂടെ വന്നപ്പോൾ 20 മണിക്കൂർ എടുത്തു. അപ്പോൾ മക്കളെ, ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM. വേണേ സൈഡിൽ കൊണ്ടുപോയി ചെയ്ത് നോക്കാം. വലിയ സംഖ്യ 20. 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റൂല. 20ന്റെ അടുത്ത ഗുണിതം 30. 15 കൊണ്ട് പറ്റില്ല. 20ന്റെ അടുത്ത ഗുണിതം 60. 15 കൊണ്ട് പറ്റും. 15 60 ആവാൻ 4. 15 60 ആവാൻ 4. 15 30 45 60. 20 60 ആവാൻ 3. അപ്പൊ നമുക്ക് എന്തോ മനസ്സിലായി? ഇവിടുന്ന് മനസ്സിലായത് നോർമലി ഈ പൈപ്പിന്റെ കഴിവ് 4 ലീക്ക് കൂടെ വരുമ്പോ 3 കഴിവേ കിട്ടുന്നുള്ളൂ. നോർമലി പൈപ്പിന്റെ കഴിവ് 4 ലീക്ക് കൂടെ വരുമ്പോ 3 കഴിവേ കിട്ടുന്നുള്ളൂ. അപ്പൊ ലീക്കിന്റെ കഴിവ് 1. എങ്ങനെ വന്നു എന്നൊന്ന് സിമ്പിളായി ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ പൈപ്പ് 4 കഴിവ് കൊടുക്കേണ്ടിയവനാണ് വെള്ളം നിറയ്ക്കാൻ. ലീക്ക് കൂടെ വന്നപ്പോ ലീക്ക് അടിയിൽ നിന്ന് കുറച്ച് കഴിവ് വലിച്ചത് കാരണം 3 കിട്ടിയുള്ളൂ. 4 കഴിവ് കൊടുത്തിട്ട് 3 കിട്ടിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കഴിവ് തൻ്റെ കഴിവ് വെച്ച് ലീക്ക് വലിച്ചു. ലീക്കിന്റെ കഴിവ് 1. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ നമ്മൾ ചെയ്ത ചോദ്യത്തിലെല്ലാം ലീക്കിന്റെ കഴിവ് 1 കിട്ടി. ഇനി അതിൻ്റെ അകത്തിൽ നിങ്ങൾ ഒരു അസ്യൂം അങ്ങ് ചെയ്യരുത്, ലീക്ക് എപ്പോഴും 1 വരുമെന്നൊന്നും വിചാരിച്ചു കളയരുത്. ഇവിടെ കിട്ടിയത് മാത്രമാണ്, നിർഭാഗ്യവശാൽ സംഭവിച്ചാണ്. ഇങ്ങനൊന്നും എടുക്കരുത്. അപ്പോൾ ഒന്നുകൂടെ, നോർമലി ഇതിന്റെ കഴിവ് 4. അപ്പം ആ സംഖ്യയും, അതായത് ആ പൈപ്പ് ലീക്ക് കൂടെ വന്നപ്പോൾ 3. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 4 കഴിവ് കിട്ടേണ്ടതാ, 3 കഴിവേ കിട്ടിയുള്ളൂ. ഒരു കഴിവ് കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ലീക്ക് കൊണ്ടുപോയി. ലീക്കിന്റെ കഴിവ് 1. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ലീക്ക് കാരണം ശൂന്യമാവാൻ എത്ര സമയം? സമയം കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി 60, കഴിവിന്റെ സ്ഥാനത്ത് ലീക്ക് കൊണ്ടുപോയി. ലീക്കിന്റെ സമയമാ ചോദിച്ചേക്കുന്നത്. ലീക്കിന്റെ കഴിവ് 1. 60/1 60. ചോദ്യം മണിക്കൂറിലായതുകൊണ്ട് നമ്മുടെ ഉത്തരവും മണിക്കൂറാണ്. ഓപ്ഷൻ എ 60 മണിക്കൂർ. സെറ്റാണ്. മുമ്പോട്ട് വാ. അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ അകത്ത് വായിക്കുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണേ. ഒരു ടാങ്ക് 8 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്നു. ഒരു പൈപ്പ് 8 മണിക്കൂർ കൊണ്ട്, പൈപ്പ് എന്നാണ്, ഒരു പൈപ്പ് 8 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്നു. ലീക്ക് കാരണം ടാങ്ക് നിറയാൻ 2 മണിക്കൂർ കൂടുതൽ എടുക്കുന്നു. എങ്കിൽ നിറഞ്ഞിരിക്കുന്ന ടാങ്ക് എത്ര മണിക്കൂർ കൊണ്ട് ലീക്ക് കാരണം ശൂന്യമാവും? അപ്പോൾ ഒരു പൈപ്പാണ്. ആ പൈപ്പിനെ ഞാൻ ഫസ്റ്റ് പൈപ്പ് എന്ന് വിളിച്ചു. ഫസ്റ്റ് പൈപ്പ് 8 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കും. ഓക്കെ. ഇനി ലീക്ക് കാരണം ടാങ്ക് നിറയാൻ 2 മണിക്കൂർ കൂടുതൽ എടുത്തു. മക്കളെ, നോർമലി 8 മണിക്കൂർ കൊണ്ട് നിറയ്ക്കുന്നതാ. ലീക്ക് കൂടെ വന്നപ്പോ 2 മണിക്കൂർ കൂടുതൽ എടുത്തു. അപ്പൊ പൈപ്പും ലീക്ക് കൂടെ വന്നപ്പോ 2 മണിക്കൂർ കൂടുതൽ എടുത്തു. ഇവിടെ കൊണ്ടുപോയി 2 എഴുതി വെക്കരുത്. മനസ്സിലായോ? 2 എഴുതാനുള്ള എല്ലാ ടെൻഡൻസിയും നമുക്കുണ്ടാവും. ചോദ്യം അതുകൊണ്ട് നന്നായി വായിക്കണം. ഇവിടെ 2 മണിക്കൂർ എടുത്തു എന്നല്ല പറയുന്നേ, 2 മണിക്കൂർ കൂടുതൽ എടുത്തു. നോർമലി 8 മണിക്കൂറാ. ലീക്ക് കൂടെ വന്നപ്പോൾ 8ഉം 2ഉം കൂടെ ചേർത്ത് 10 മണിക്കൂർ എടുത്തു. കാര്യം 2 മണിക്കൂർ കൂടുതൽ എടുത്തു. കണ്ടോ? തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനി ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM. വലിയ സംഖ്യ 10 8ന്റെ പട്ടികയിലില്ല. 20 8ന്റെ പട്ടികയിലില്ല. 10ന്റെ അടുത്ത ഗുണിതം 30 8ന്റെ പട്ടികയിലില്ല. 10ന്റെ അടുത്ത ഗുണിതം 40 8ന്റെ പട്ടികയിലുണ്ട്. അപ്പൊ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് മക്കളെ 40 സെറ്റാണ്. ഇനി 8 40 ആവാൻ
5 കൊണ്ട്, 10 40 ആവാൻ 4 കൊണ്ട്. അപ്പോ ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒന്നാമത്തെ പൈപ്പിന്റെ നോർമലി ഉള്ള കഴിവ് 5 ആണ്. ഈ ഒന്നാമത്തെ പൈപ്പും ലീക്കും കൂടെ വന്നപ്പോഴത്തേക്കിന് 4 ആയി. അപ്പൊ ലീക്കിന്റെ കഴിവ് 1 ആണ്. എല്ലായിടത്തും 1 വരത്തില്ല കേട്ടോ. ഞാൻ ഇട്ട ചോദ്യത്തിലെല്ലാം 1 വന്നേ ഉള്ളൂ. 1 വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നുകൂടെ, നോർമലി 5 കഴിവ് കിട്ടേണ്ടിവനാ, 5 കഴിവ് വെച്ച് വെള്ളം നിറയ്ക്കേണ്ടിവനാ. ലീക്കൂടെ കാരണം 4 കിട്ടിയുള്ളൂ. നിങ്ങൾ ലോജിക്ക് ആലോചിക്കേ, 5 കഴിവ് കിട്ടേണ്ടിവൻ, ലീക്കൂടെ കാരണം 4 കിട്ടിയുള്ളൂ. ഒരു കഴിവ് പോയി. ആര് കൊണ്ടുപോയി? ലീക്ക് തന്റെ സ്വന്തം കഴിവായ 1 വെച്ച് ഒന്നൊന്ന് വലിച്ചു. അപ്പൊ എത്ര കിട്ടിയുള്ളൂ? 4. ലീക്കിന് 2 കഴിവായിരുന്നെങ്കിൽ 3 കിട്ടുള്ളൂ. ലീക്കിന് 3 കഴിവായിരുന്നെങ്കിൽ 2 കിട്ടുള്ളൂ. ലീക്കിന് 4 കഴിവായിരുന്നെങ്കിൽ 1 കിട്ടുള്ളൂ. ലീക്കിന് 5 കഴിവാണ്, ആ ടാങ്ക് കൊണ്ട് കളയാനേ പറ്റുള്ളൂ. കാര്യം വെള്ളം നിറയത്തില്ല, കൊടുക്കുന്നതെല്ലാം പോവും. അപ്പൊ സിമ്പിൾ ലോജിക്ക് ഒന്നുകൂടെ, 5 കഴിവ് വെച്ച് വെള്ളം നിറച്ചു. ലീക്ക് കാരണം 4 കിട്ടിയുള്ളൂ കഴിവ്. ഒരു കഴിവ് ലീക്ക് വലിച്ചു. ലീക്കിന്റെ കഴിവ് 1. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത്, എത്ര മണിക്കൂർ കൊണ്ട് ലീക്ക് കാരണം ശൂന്യമാവും? നിറയെ വെള്ളമുള്ള ടാങ്ക്, ലീക്ക് കാരണം ശൂന്യമാവാൻ എത്ര സമയമെടുക്കും? സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലിയുടെ സ്ഥാനത്ത് 40 ബൈ കഴിവിന്റെ സ്ഥാനത്ത് ആരാണോ ചെയ്യുന്നത് അവരുടെ കഴിവ്. ലീക്ക് കാരണം, ലീക്ക് ടാലിയാക്കാൻ എടുക്കുന്ന സമയമാ ചോദിച്ചേക്കുന്നത്. ലീക്ക് ചെയ്യുന്ന സമയമാ. ലീക്കിന്റെ കഴിവ് 1. 40/1 നമുക്ക് പറയാം 40. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ചോദ്യം മണിക്കൂറിലായതുകൊണ്ട് നമ്മുടെ ഉത്തരവ് മണിക്കൂറാണ്. അപ്പൊ ഇവിടെ ഒന്നുകൂടെ, ഒരു ടാങ്ക് നിറയാൻ 8 മണിക്കൂർ, ലീക്ക് കാരണം 2 മണിക്കൂർ കൂടുതലെടുക്കുന്നു. അപ്പൊ നോർമലി 8 ആണ്. ഇനി നോർമലി ഈ പൈപ്പും ലീക്കൂടെ വരുമ്പോ 8ഉം പിന്നെ ഒരു 2 കൂടെ ചേർത്ത് 10 മണിക്കൂറാവും. കാര്യം നോർമലി 8 ആണ്, 2 മണിക്കൂർ കൂടുതലെടുത്തു. അങ്ങനെ ചെയ്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ലീക്കിന്റെ കഴിവ് 1 ആണ്. ലീക്ക് കാരണം ശൂന്യമാവാൻ എടുക്കുന്ന സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവ്. ജോലി 40, കഴിവിന്റെ സ്ഥാനത്ത് ലീക്ക് ചെയ്യുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. ലീക്കിന്റെ കഴിവ് 1. 40/1 40 സെറ്റാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്ന് തന്നെ കരുതുന്നു. തീർന്നിട്ടില്ല, ഇനിയും ഇതിന്റെ ബാക്കി വരാനുണ്ട്. കുറച്ചുകൂടെ വലിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത്രയും ഓക്കെ ആയി സെറ്റായി നിൽക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ടൈം ആൻഡ് വർക്കിന്റെ അടുത്ത പാർട്ടിൽ കാണാം.